സോ ഹൈ ഗൈസ്, നമ്മുടെ ഈ എപ്പിസോഡിന്റെ പേര് ഡിസ്കവറിങ് ഈസ. ഈസ ഇൻ അതർ കൾച്ചേഴ്സ്. ഈസ 2.0. ഈ എപ്പിസോഡ് നിങ്ങളെ എന്ന് പറഞ്ഞ കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങൾ കണ്ടിട്ടില്ല. ഈ എപ്പിസോഡ് കാണുന്നത് ഈ എപ്പിസോഡ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഡോണ്ട് വാച്ച് ദിസ്, യു വിൽ നോട്ട് അണ്ടർസ്റ്റാൻഡ് എനിത്തിങ്. ഇതിന് തൊട്ട് മുമ്പുള്ളത് പോയി കണ്ടിട്ട് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഇവിടെ വരിക. കാരണം വി ആർ എക്സ്പ്ലോറിങ് തിങ്സ് അബൌട്ട് ഈസ. ഈസാർക്ക് ഫസ്റ്റ് ടൈം കാണുന്നവർക്ക് ഈസ ആരാന്ന് അറിയത്തില്ലെങ്കിൽ ജീസസ് ആൻഡ് അതർ കൾച്ചേഴ്സിനെ കുറിച്ച് ഞങ്ങൾ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. ബുദ്ധിസത്തിനകത്തും സൊറാസ്ട്രിയനിസത്തിനകത്തും ഒക്കെ പേർഷ്യൻ കൾച്ചർ ആയിരുന്നു പണ്ടത്തെ. പേർഷ്യൻ കൾച്ചറിലും ജാപ്പനീസ് കൾച്ചറിലും ഒക്കെ ഇതിന്റെ എവിഡൻസസ് ഉണ്ട്. ആൻഡ് ഇതൊന്നും ഞങ്ങൾ തള്ളുന്നതല്ല. വി ഹാവ് ട്രൂ എവിഡൻസസ്, റിട്ടൺ റെക്കോർഡിക്കൽ എവിഡൻസസ്. അതിനെ കുറിച്ച് നമ്മൾ നിങ്ങളിൽ നിന്നും ഞങ്ങളിൽ നിന്നും മറച്ചു വെക്കുന്ന എവിഡൻസസ് ദാറ്റ് ഈസ് അവൈലബിൾ എവ്രിവെയർ, ബട്ട് വി ജസ്റ്റ് ഡോണ്ട് സീ ഇറ്റ്. അതിനെപ്പറ്റി ഞങ്ങൾ വെളിയിൽ കൊണ്ടുവരുവാണ്. ഞങ്ങൾ പറയുന്നത് ഒന്നും നിങ്ങൾ വിശ്വസിക്കേണ്ട. വി ഹോപ്പ് വി ആർ റോങ്, ബട്ട് വി ഹൈലി സജസ്റ്റ് യു ഡു യുവർ ഓൺ റിസർച്ച്. അതെ, ഞങ്ങൾ പറയുന്ന ഒരു കഥ പോലെ കേട്ടിരുന്നിട്ട് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. സോ നമ്മള് ഈസയുടെ ജാപ്പനീസ് അതേപോലത്തെ ബാക്കിയുള്ള കൾച്ചേഴ്സിനകത്തുള്ള ഇൻഫ്ലുവൻസിൽ പറഞ്ഞു തുടങ്ങുന്ന ഈ എപ്പിസോഡ്. ഏത് തുടങ്ങണം? നമ്മളിപ്പോൾ ബുദ്ധിസവും പേർഷ്യൻ കൾച്ചറും ഒക്കെ ഏറെക്കുറെ അറിഞ്ഞു. ആൻഡ് വാട്ട് ഈസ് ഇൻ ദ സ്റ്റോർ? ഇനി എന്താണ് ഇൻ ദ സ്റ്റോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ക്രിസ്ത്യാനിറ്റിയിൽ ഈസ എന്താണെന്ന് പറഞ്ഞു, ഹിന്ദുയിസത്തിൽ അല്ലെങ്കിൽ ടിബറ്റിയൻ കൾച്ചറിൽ ഈസ എന്താണെന്ന് പറഞ്ഞു. ശ്രീനഗർ വന്നതും ഒഡീഷ വന്നതും ടിബറ്റിൽ പോയതും പേർഷ്യ പോയതും ഒക്കെ പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഖുറാനിലെ സ്റ്റോറിയാണ്. വെൽ ഡോക്യുമെന്റഡ് ബുക്കാണ് ഖുറാൻ. ഇത് പലർക്കും അറിയാം, പക്ഷെ പലർക്കും അറിയത്തില്ല. കൂടുതൽ പേർക്കും ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. ഇനി ഞാൻ പറയുന്നത് ഖുറാൻ എന്ന് പറയുന്ന സാധനം എത്ര നല്ല ഹിസ്റ്റോറിക്കലി ആക്യുറേറ്റ് ആയിട്ട് കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ വലിയൊരു ടെസ്റ്റിമെൻ്റ് ആയിട്ടുള്ളൊരു കഥയാണിത്. ബിക്കോസ് ഖുറാനിൽ ഈവൻ ദോ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ബിലീവ് ഗോഡ് ഈസ് ഖുറാൻ, പക്ഷെ ഖുറാൻ പഠിക്കേണ്ട രീതിയിൽ പഠിച്ചാൽ, ഖുറാൻ വായിക്കേണ്ട രീതിയിൽ പഠിച്ചാൽ, വി അൾട്ടിമേറ്റ്ലി ബിക്കം എ ബെറ്റർ പേഴ്സൺ ഇൻ ലൈഫ്. നമ്മൾ എങ്ങനെ നല്ലോണം ജീവിക്കണം, നമ്മൾ എങ്ങനെ എഫിഷ്യൻ്റ് ആയിട്ട് ജീവിക്കണം, എന്തൊക്കെ ചെയ്തുകൂടാ, എന്തൊക്കെ ചെയ്യാം. ഇപ്പം ഹറാം എന്ന് പറഞ്ഞൊരു കാര്യം ദൈവം കോപിക്കുമെന്ന് ഖുറാനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് ഹറാമാണ്, നീ ഇത് ചെയ്താൽ ദൈവം കോപിക്കുമെന്ന് പറഞ്ഞിട്ട് യഥാർത്ഥത്തിൽ ആ ഹറാം എന്ന കാര്യം എടുത്ത് സയന്റിഫിക്കലി പഠിച്ചു കഴിഞ്ഞാൽ it will either be good for the society or bad for the society or bad for the human system. So ഖുറാൻ എന്ന് പറയുന്നത് ഒരു വേ ഓഫ് ലിവിങ് പഠിപ്പിക്കുന്ന 100%. അതൊരു ഹോളി ബുക്ക് എന്നതിനുപരി ഒരു മനുഷ്യനായിട്ട് ജീവിക്കാനുള്ള ഒരു ഗൈഡ് ബുക്കാണ്. ഇറ്റ്സ് എ വെരി ഗുഡ് ബുക്ക്. അപ്പോൾ അതിൽ വെൽ ഡോക്യുമെന്റഡ് ആയിട്ട് ഒരാളെ പറ്റി എഴുതിയിട്ടുണ്ട്. ഇത് കാണുന്ന മുസ്ലിംസ് ഉണ്ടെങ്കിൽ, ക്രിസ്ത്യൻസ് ഉണ്ടെങ്കിൽ, ഇതിനെപ്പറ്റി അറിയെങ്കിൽ ഡെഫിനറ്റ്ലി കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയാവോ ഇല്ലയോ എന്ന് ഞങ്ങൾക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടായതുകൊണ്ടാണ് ഈ പറയുന്ന കാര്യം അറിയാമെങ്കിൽ കമന്റ് ചെയ്യാം. പിന്നെ എല്ലാ പോഡ്കാസ്റ്റിലും ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ മതത്തിനെ അല്ല ബ്ലൈൻഡഡ് ആയിട്ട് വിശ്വസിക്കാൻ ശ്രമിക്കുക. വി ആർ ട്രൈങ് ടു ലേൺ ഫ്രം റിലിജിയൻസ്. യെസ്, ഓഫ് കോഴ്സ്. ആൻഡ് സി, ഒറ്റൊരു സംഭവം, ഈ റിലിജിയന്റെ എല്ലാം തുടക്കം ഒരൊറ്റ സ്ഥലത്ത് വന്ന ഫ്രം അവർ സോയിൽ. ഉറപ്പായിട്ടും അതിന്റെയൊക്കെ എൻഡ് പോയിന്റ് എന്തുകൊണ്ട് ഒരേ സ്ഥലത്തായിക്കൂടാ? 100%. ആ ഒറ്റൊരു ചോദ്യത്തിലാണ് ഞങ്ങൾ ഇവിടെ. ഞങ്ങളുടെ വീട്ടിൽ ഖുറാനും ബൈബിളും ഗീതയും ഇരിപ്പുണ്ട്. ഇത് മൂന്നും ഞങ്ങൾ പഠിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഞങ്ങൾ എപ്പോഴും പറയുന്ന പോലെ വി ഡോണ്ട് ബിലീവ് ഇൻ ഗോഡ്, ബട്ട് വി ട്രൈ ടു ഫൈൻഡ് ഹൂ ദാറ്റ് ഈസ്. അതെ, 3 ബുക്കും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. 3 വഴികളാണ്. അതിൽ നല്ലത് പന്നലിത് അങ്ങനെയൊന്നുമില്ല, ബട്ട് 3 വ്യത്യാസമുള്ളതാണ്. ഇപ്പം രണ്ടാമത്തെ ബുക്കിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ബൈബിളും ബുദ്ധിസവും ഞാൻ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞ എപ്പിസോഡ്. അത് വാച്ച് ചെയ്തിട്ടേ ഇങ്ങോട്ട് വരാവൂ. വലിയ കാര്യമില്ല, നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. അതെ, നമ്മുടെ വീട്ടിലൊരു കാര്യം പറഞ്ഞതിന് കണക്ക് ഞാൻ കൂടുതൽ ഫിലോസഫി അങ്ങനത്തെ സംഭവങ്ങൾ വായിക്കുമ്പോൾ അതേസമയം പപ്പണ്ണും വായിക്കുന്നത് റിലിജൻ, ഗോഡ്സ്, മറ്റേ ഗ്രഹാം ഹാൻകുക്കിന്റെ ഒരു ബുക്ക് ചാരിറ്റ്സ് ഓഫ് ഗോഡ്സ്, അങ്ങനത്തെ കാര്യങ്ങളാണ് ഹീസ് മോർ ഇൻടു. അതേപോലെ ഞാൻ ഫിക്ഷൻ, ഞാൻ ഫിലോസഫി, സൈക്കോളജി ഒക്കെ വായിക്കുന്നത്. സോ ഞാൻ എങ്ങനെ എന്റെ ഫിലോസഫി സൈക്കോളജീനെ വായിക്കുമ്പോൾ ട്രീറ്റ് ചെയ്യുന്നത് അതേപോലെ ഖുറാനെ ഭഗവത്ഗീത വായിക്കുമ്പോൾ ട്രീറ്റ് ചെയ്യുന്നത്. ഓഫ് കോഴ്സ്, ഈവൻ ദോ വെൻ ഐ വാച്ച് നറൂട്ടോ, അതിലും ഒത്തിരി കാര്യങ്ങൾ ഡീകോഡ് ചെയ്തിട്ടുണ്ട്. ഖുറാനിൽ നിന്നും ബൈബിളിൽ നിന്നും ഗീതയിൽ നിന്നും ഒത്തിരി കാര്യങ്ങൾ ഡീകോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളെ പോലുള്ള ആളുകൾ, ഗ്രഹാം ഹാൻകോക്കിനെ പോലുള്ള, അന്ന് പോഡ്കാസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഹീ കുഡ് ഓൺലി ഡു സംതിങ് ലൈക്ക് ദിസ്. അന്ന് പോഡ്കാസ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഐ എം ഡെഫിനറ്റ്ലി ഷുവർ ദാറ്റ് he would have also done this. അതെ,
പുള്ളിക്കാരെ ഈ എലുമേലീഷിനെ കുറിച്ച് ഡീകോഡ് ചെയ്ത് വെച്ചേക്കുന്നത് അൺപാരലൽ സ്റ്റഡീസ്, പക്ഷെ അതൊക്കെ എന്തോ നോട്ട് ഇൻ ലൈം ലൈറ്റ് വന്നിട്ടില്ല. വരുന്നുണ്ട്. സോ എങ്ങനെയാ ഖുറാനില് ഒരാളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് എപ്പിസോഡ് കണ്ടവർ ആൾക്കാർക്ക് ആരാന്നറിയാം. യെസ്, ആ ആളുടെ പേര് ജീസസ് എന്ന് പറയുന്നുണ്ട്, ബുദ്ധിസത്തിൽ ഈസ എന്ന് പറയുന്നുണ്ട്, ഖുറാനില് ഈസ ബിൻ മറിയ. ഈസ ബിൻ മറിയ എന്ന് പറഞ്ഞാൽ ഈസ, ഇബിൻ എന്ന് പറഞ്ഞാൽ സൺ ഓഫ്, മറിയ എന്ന് പറഞ്ഞാൽ അമ്മ. ചുമ്മാ ഈസ ബിൻ, വെറുതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചാറ്റ് ജിപിടിയോട് ജീസസ് ഇൻ ബൈബിൾ എന്ന് അടിച്ചു നോക്കിയാൽ യെസ് എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരം വരും. പക്ഷെ ഇത് നിങ്ങൾ അറിയാൻ സാധ്യത ഈസ ബിൻ മറിയ, ഈസ സൺ ഓഫ് മറിയ. ഇനിയുണ്ട് ഈസ അൽ മിസിഹ് എന്ന് പറഞ്ഞാൽ ഈസ ദി മെസ്സായ. Okay. And in the Quran, it is stated that he is a messenger or a prophet of God. Came to earth. ഭൂമിയിൽ വന്ന പല മെസ്സഞ്ചർ അല്ലെങ്കിൽ പ്രോഫറ്റുകളിൽ ഒന്നായിട്ടുള്ള ഒരാളാണ് ഈസ ബിൻ മറിയ. ഈ പ്രോഫറ്റുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ ഈസ ബിന്ന് ബോൺ ടു മറിയ വിത്തൗട്ട് എ ഫാദർ എന്ന് പറഞ്ഞാൽ മേരി ബൈബിളിൽ ഒരു വെർജിൻ ബർത്താണ്. ഈസ ബിൻ മറിയയ്ക്ക് അച്ഛനില്ല. ഹി വാസ് ബോൺ ടു മറിയം വിത്തൗട്ട് എ ഫാദർ. ഇവിടെയും വെർജിൻ ബർത്താണ്. ആൻഡ് ഹീസ് എ പ്രോഫറ്റ്. ആൻഡ് ഈസ ബിൻ മറിയത്തിന് എന്തൊക്കെയാണ് പ്രത്യേകത? ഹീ ഹാഡ് ദി ബെസ്റ്റ് ഹീലിംഗ് പവേഴ്സ് ദ ഗോഡ് ഹാസ് ഗിവൺ ടു എനി പ്രോഫറ്റ്. ഓക്കെ. ആൻഡ് ഹീ വാസ് ഏബിൾ ടു ടേൺ ബ്ലൈൻഡ് പീപ്പിൾ വിത്ത് ഐസൈറ്റ്. ഓക്കെ. ആൻഡ് ഹീ ഹീൽഡ് ഡെഡ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ മോഡേൺ സയൻസ് അന്നില്ലായിരുന്നു. ചിലപ്പം കോമയിലാവുന്നതോ അതൊക്കെ ആയിരിക്കും ഖുറാനിൽ പറഞ്ഞേക്കുന്നത്. അങ്ങനെ കിടക്കുന്ന ആളുകളെ ചാക്ര വഴിയും നാഡിഞരമ്പുകൾ ഉണർത്തിപ്പിച്ചും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിവുള്ളൊരു മെസ്സായയായിരുന്നു ഈസാ നബി. ഇനി ഈ ഈസാ നബിയെ പറ്റി വേറൊരു കഥ പറഞ്ഞിട്ടുണ്ട്. ഈസാ നബി ക്രിസ്ത്യൻ കൾച്ചറിലുള്ള അതേ ആളാണെന്ന് ഇത്രയും പറഞ്ഞാൽ മനസ്സിലാവും. ഏറ്റവും വലിയത് എന്താ അറിയാവോ? ഈസാ നബിയെ ക്രൂസിഫൈ ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ക്രൂസിഫൈ ചെയ്യാൻ പറ്റാതെ ഹീ എസ്കേപ്ഡ് ടു ഇന്ത്യ ത്രൂ പേർഷ്യൻ ആൻഡ് അഫ്ഗാനിസ്ഥാൻ റൂട്ട്സ് എന്ന് ഖുറാനിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഈസാ ബിൻ മറിയ ക്രൂസിഫൈ ചെയ്യാൻ, ക്രൂസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആ വാക്കാണ് ഉപയോഗിച്ചേക്കുന്നത്, ചെയ്യാൻ ശ്രമിച്ചിട്ടും അത് ചെയ്യാൻ പറ്റാതെ ഹീ എസ്കേപ്ഡ് ടു ഇന്ത്യ വയ പേർഷ്യൻ ആൻഡ് അഫ്ഗാനിസ്ഥാൻ റൂട്ട്സ്. Bro, this is written in Quran and nobody is talking about it. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ മുസ്ലിം വ്യൂവേഴ്സ് ഈ ഖുറാൻ പഠിക്കുന്ന യഥാർത്ഥ ആളുകൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നീ ഇതിന്റെ കമന്റ് വരുമ്പോൾ ശ്രദ്ധിച്ചോ, they will testify. അവർ ഇതിനെപ്പറ്റി പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ ക്രിസ്ത്യൻസിനോ ഹിന്ദുസിനോ ഇതിനെപ്പറ്റി അറിയത്തില്ല. അതാണ് ഞാൻ പറയുന്നത്. വേറെ എവിടെ ഇല്ലാത്ത പല നോളജുകളും ലോകത്തിനെ പറ്റിയുള്ള ഒരു റെക്കോർഡിക്കൽ ഹിസ്റ്ററി കൂടുതൽ ഖുറാനകത്താണുള്ളത്. അപ്പം ഇത് പറഞ്ഞിട്ടുണ്ട്. ഇനി ഈസാ ബിൻ മറിയയെ പറ്റി ഇനി എന്താണ് പറഞ്ഞേക്കുന്നത്? ഈസാ ബിൻ മറിയ രണ്ടാമത് ഒരു വരവുണ്ട്. ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ഈസാ ബിൻ മറിയ. വെൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ടൈം ഓഫ് ജഡ്ജ്മെന്റ്. ജഡ്ജ്മെന്റിന്റെ സമയമാകുമ്പോൾ ഈസാ ബിൻ മറിയ വരും. ക്രിസ്ത്യാനിറ്റിയിൽ എന്താണ് പറയുന്നത്? സെയിം സംഭവം. ഇനി മുസ്ലിംസിന്റെ ഖുറാനിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഈസാ ബിൻ മറിയം തിരിച്ചു വരുന്നത് ടു ഡിഫീറ്റ് ദ റിയൽ ആന്റി ക്രൈസ്റ്റ്. ദ റിയൽ ആന്റി ക്രൈസ്റ്റിനെ ഡിഫീറ്റ് ചെയ്യാനാണ് ഈസ വരുന്നത്. ആ ആന്റി ക്രൈസ്റ്റ് എന്നുള്ള വാക്ക് ഖുറാനിൽ ഉപയോഗിച്ചേക്കുന്നത് വരെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ദജ്ജാലുകളെ കൊല്ലാനും തോപ്പിക്കാനും. ഹൂ ഈസ് ദ ദജ്ജാൽ? വി ഹാവ് ടു ഫൈൻഡ് ഇറ്റ് ഓൺ അവർ ഓൺ. അത് കഴിഞ്ഞ് രണ്ടാമത്തെ പോയിന്റ്, ഈസ ബിൻ മറിയം തിരിച്ചു വരുന്നത് ടു ബ്രേക്ക് ദ ക്രോസ് ആൻഡ് ക്ലാരിഫൈ ട്രൂത്ത് അബൌട്ട് ഹിസ് റിയൽ മിഷൻ. എന്ന് പറഞ്ഞാൽ കുരിശ് നശിപ്പിക്കാനും അയാളുടെ യഥാർത്ഥ മിഷൻ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടത് ക്ലാരിഫൈ ചെയ്ത് ഹ്യൂമാനിറ്റിക്ക് കൊടുക്കാനുമാണ് വരുന്നത്. ദിസ് ഈസ് ഇൻ ഖുറാൻ. ദിസ് ഈസ് ലിറ്ററലി ഇൻ ഖുറാൻ. ഖുറാൻ വായിച്ചിട്ടുള്ളവർ കമന്റ് ചെയ്യുക. ബാക്കി വായിക്കാത്തവർ വന്നിട്ട് ഖുറാനിൽ ഇതുണ്ടായിരുന്നു എന്ന് അവർ കാണണം. അതിനാണ് ഞാനിത് പറയുന്നത്. ബ്രോ, ദിസ് ഈസ് റെക്കോർഡിക്കൽ ഹിസ്റ്ററി ഇൻ ഖുറാൻ. സോ ഒരു മതം പഠിച്ചുകൊണ്ട് ഒന്നും ആകത്തില്ല. ഇഫ് യു ആർ സ്റ്റഡിങ് റിലീജിയൻ യു ഷുഡ് റീഡ് ഖുറാൻ. ഇറ്റ് ഈസ് എ മസ്റ്റ്. വേറെ എങ്ങും ഇല്ലാത്ത പല ഇൻഫർമേഷനും ഖുറാനിലുണ്ട്. അതൊരു ബുക്കായിട്ട് എടുക്കുക, വായിക്കുക. ഹിന്ദുയിസം ഒരു ബുക്കായിട്ട് എടുക്കുക, വായിക്കുക. ബൈബിൾ ഒരു ബുക്കായിട്ട് എടുക്കുക, പഠിക്കുക, വായിക്കുക.
അല്ലാതെ ഇത് വായിച്ചിട്ട് ഞാൻ ദൈവത്തിൽ വിശ്വസിച്ച് അന്ധമായിട്ട് പോകാൻ ഞാൻ പറയത്തില്ല. ബട്ട് ഇഫ് യു ആർ എ സ്റ്റുഡൻറ് ഓഫ് റിലീജിയൻ ആൻഡ് സീക്രറ്റ്സ്, ഖുറാൻ ഈസ് വൺ ഓഫ് ദ ബുക്ക് ദാറ്റ് യു ഷുഡ് നെവർ അവോയ്ഡ്. എന്നിട്ട് ഈ ഖുറാനകത്ത് വേറെയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മിസ്ര ഗുൽഹാം അഹമ്മദ് എന്ന് പറയുന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ അഹമ്മദായ ഫൗണ്ടർ എന്ന് പറഞ്ഞാൽ അഹമ്മദായ എന്ന് പറയുന്ന ഒരു ഫാക്ഷൻ ഓഫ് പീപ്പിൾ, അല്ലെങ്കിൽ ഒരു റിലീജിയൻ, അല്ലെങ്കിൽ ഒരു ഫാക്ഷനാണ്. അതിൻ്റെ ഫൗണ്ടർ ഖുറാനൊക്കെ പഠിച്ച് ഇതിൽ പറഞ്ഞേക്കുന്നത് എന്താ അറിയാവോ? പല ട്രൈബുകളും വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്ക് മൈഗ്രേറ്റ് ചെയ്യപ്പെട്ടു ആ സമയത്ത്. ആൻഡ് ദേ വർ ഫോളോയിങ് എ റിലീജിയസ് ലീഡർ. ഈ അഹമ്മദിയ ഫൗണ്ടർ എന്ന് പറയുന്നത് ഖുറാനൊക്കെ കഴിഞ്ഞിട്ട് കുറെ കാലത്തിന് ശേഷം ഉണ്ടായതാ. ഖുറാനകത്ത് വേറെ കുറെ ബുക്കുകളിലും ഉണ്ടല്ലോ, അപ്പൊ അതിൽ ഇത് പരാമർശിച്ചിട്ടുണ്ട്. ആ ട്രൈബുകളെല്ലാം വന്നത് ഒരാളെ ഫോളോ ചെയ്തിട്ടാണ്, ഒരു 30 വയസ്സുള്ള ഒരാൾ. ആൻഡ് ഹി വാസ് ഫ്ലഡിങ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ് ബിക്കോസ് ഓഫ് സം ട്രാജിക് ഇൻസിഡന്റ്. ഇത് വേറെ ടെക്സ്റ്റ് ആണ്, അവിടെ സെയിം കഥ. എന്നിട്ട് അഹമ്മദിയ എന്ന് പറയുന്ന സാധനത്തിന്റെ ഫൗണ്ടർ ആണ് മിസ്ര ഗുൽഹാം അഹമ്മദ്. പുള്ളിയുടെ ടെസ്റ്റിമോണിയാണ്. Yes, it is very related to Quran. Okay. This is mainstream Quran but not the same book. ഇപ്പം ഗീതക്കകത്ത് മഹാഭാരതം ഉണ്ടല്ലോ, അതുപോലെ. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് ഉസ് അസഫ് എന്ന് പറയുന്ന ഒരാള്, ദിസ് ഈസ് അനദർ തിങ്, എന്ന് പറയുന്ന ഒരാള്, എ വൈറ്റ് സെയിന്റ് ഫ്രം ദ വെസ്റ്റ് കെയിം ബാക്ക് ആൻഡ് ഹി വാസ് എന്താ പറയുന്നത്, ഇതിന് മുമ്പേ ഇവിടെ വന്ന ആളാണ്. പേർഷ്യൻ അഫ്ഗാനിസ്ഥാൻ വഴി ഈസ അസഫ്, ചിലപ്പോൾ ഈസ എന്ന് പറയുന്നതായിരിക്കാം, ചിലപ്പോൾ ഈസസ് എന്ന് പറയുന്നതായിരിക്കാം. ഇറ്റ്സ് എ വെരി കോമൺ വേർഡ്. ഇത് അയാൾ വന്നിട്ട് റോസ്ബാൾ ഷ്രൈൻ, ഇത് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് തരാനാണ് ഞാൻ ഈ വാക്ക് രണ്ടാമതും മൂന്നാമതും പറയുന്നത്. ROZBAL ഷ്രൈൻ, SHRINE. ഷ്രൈനിൽ വന്ന് എന്ന് പറഞ്ഞാൽ മരിച്ച് അടക്കിയെന്നാണ് പറയുന്നത്. ഈ റോസ്ബാൾ ഷ്രൈനിൽ ഒരു ടൂമ്പുണ്ട്, എ വെരി പെക്യൂലിയർ ടൂംബ് വിത്ത് 2 or 3 തിങ്സ്. ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്, ആ ടൂംബ് ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിലാണ് അടക്കിയേക്കുന്നത്. വെരി ഡിഫറെന്റ് ഫ്രം വാട്ട് ദ ലോക്കൽ ട്രഡീഷൻ വുഡ് ഡു. അപ്പം ഇയാൾ ഇത് അന്വേഷിച്ചു, ഈസ്റ്റ് വെസ്റ്റ് ട്രഡീഷൻ എവിടെ വെച്ചാണ് അടക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഓൺലി ജൂയിഷ് പീപ്പിൾ ആർ മെയ്ഡ് ടു റെസ്റ്റ് ഇൻ പീസ് ഇൻ ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷൻ. അപ്പോൾ ആ അടക്കിയിരുന്നത് ആള് ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിലെ ഒരു ജൂതനായിട്ട്, അല്ലെങ്കിൽ അവിടുന്ന് വന്ന ആളാണ്, ഇസ്രായേലിൽ നിന്ന് വന്ന ആളാണ്. ആൻഡ് ഹി വാസ് കോൾഡ് എ വൈറ്റ് സെയിന്റ് ഫ്രം ദ വെസ്റ്റ്. വൈറ്റ് സെയിന്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെ എല്ലാവരും നമ്മളുടെ സ്വാമിമാരും എല്ലാം ഓറഞ്ച് യെല്ലോ ടിന്റ് ഒക്കെ ഉള്ളവരാണ്. ബട്ട് ഹി വാസ് എ വൈറ്റ് മാൻ. അത് കഴിഞ്ഞ് മൂന്നാമത്തെ എവിഡൻസ്, ആ ഷ്രൈനിൽ ഒരു കാർവിംഗ് ഉണ്ട്. ഷ്രൈൻ എന്ന് പറഞ്ഞാൽ ചെറിയൊരു അമ്പലം പോലത്തെ ഒരു സ്ഥലം, അതിനകത്തൊരു വലിയ മെയിൻ കാർവിംഗ് ഉണ്ട്. അതിനകത്തൊരു എവിടുന്നോ 2 കാല് വരച്ചേക്കുന്നു. ആ കാലിന്റെ നടുക്കൂടെ ഒരു ആണി അടിച്ചേക്കുന്നു. അതിപ്പോഴും ഇവിടെ ഉണ്ട്. ഇത് ഞാൻ ഈ ഡീറ്റെയിൽസ് പറഞ്ഞത് റോസ്ബാൾ ഷ്രൈൻ കാർവിംഗ് പെയിന്റിംഗ് എന്ന് അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ജീസസിന്റെ കാലിൽ ആണി അടിച്ചത് ഇവിടെ എന്താ പറയുന്നത്, കാശ്മീരിൽ അവിടെ ഈസ്റ്റ് വെസ്റ്റിൽ അടക്കിയേക്കുന്ന ഒരു ടൂമ്പും ഈ പെയിന്റിങ്ങും ഒരേ ഷ്രൈനിൽ കാണാൻ പറ്റും. നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് അറിയായിരുന്നു? അങ്ങനെയാണ് മൈ ബിഗ്ഗസ്റ്റ് ഡൗട്ട് ഇസ്, അങ്ങനെയാണ് ഈ ക്രിസ്ത്യാനിറ്റി, വൈ ഈസ് ക്രിസ്ത്യാനിറ്റി ട്രൈങ് ടു പ്രൂവ് ജീസസ് വാസ് കിൽഡ് അല്ലെ മർഡർഡ് ദേർ? ബിക്കോസ് if Christianity let loose of Jesus, Jesus would have made Israel a Hindu country or a Buddhist country. Do you get me? Or a country with consciousness. Or a country with consciousness. Because people are blindly following church. Christians have reached a point, ഞാൻ ഇത് മുന്നേ പറഞ്ഞിട്ടുണ്ട്, where they trust the church more than their God. Churches had their slaves. Churches and their slaves. അമ്പലങ്ങളിലും പള്ളികളിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. We are forgetting our gods and moving towards religion and churches and ambulams. ഈ ടെംപ്ലാർസിന്റെ ഒക്കെ വരവോടെ ഈ ഹ്യൂമാനിറ്റേറിയൻ ഒട്ടും ഇല്ലാതെ ക്രിസ്ത്യാനിറ്റിയിൽ. ശരിയാണ്. അത് സ്പാനിഷ് ഇൻക്വിസിഷൻ നിങ്ങൾ പഠിച്ചു നോക്ക്, ഇറ്റ്സ് റിയലി എവിഡന്റ്. അതേപോലെ തന്നെ ഹിന്ദുസത്തിനകത്ത് ഈ ഹയർ കാസ്റ്റ്, ലോവർ കാസ്റ്റ്, ഇതെല്ലാം വരുന്നത് ഈ ദൈവത്തിൽ നിന്ന് നമ്മൾ മാറി ഈ മതത്തിലേക്ക് വിചാരിക്കും. ഒരു ദൈവവും ഒരു കൃഷ്ണനും ഒരു ജീസസും ഒരു അള്ളയും പറഞ്ഞിട്ടില്ല ഇന്ന പോലെ ജാതികളുണ്ട്, ഇന്ന കാസ്റ്റാണ് വലുത്. ഇല്ല, ഇതാരും പറഞ്ഞിട്ടില്ല. വർണ്ണങ്ങളെ പറ്റി വർണ്ണിച്ചത്
ഞാൻ ഇപ്പോൾ പഠിക്കാൻ പോയാൽ ഞാൻ ഒരു ബ്രാഹ്മണ വർഗത്തിലുള്ളതാണെന്നല്ല, ഒരു വർണ്ണം എന്നാണ് പറയുന്നത്, ഞാൻ ബ്രാഹ്മണനാവും. അതേസമയം ഞാൻ 2 വർഷം പഠിച്ചിട്ട് യുദ്ധം ചെയ്യാൻ പട്ടാളക്കാരനായാൽ ഞാൻ ക്ഷത്രിയനാവും. എന്ന് പറഞ്ഞാൽ കർമ്മബലം കൊണ്ടാണ് ഒരാൾക്ക് വർണ്ണങ്ങൾ ഉണ്ടാവുന്നത്. പക്ഷേ അത് ഈ ജീസസിനെയൊക്കെ നമ്മൾ കലിയുഗത്തിൽ, ജീസസിനെയും കൃഷ്ണനെയൊക്കെ കലിയുഗത്തിൽ നമ്മൾ മറന്നു തുടങ്ങിയപ്പോൾ അമ്പലങ്ങളും പള്ളികളും ഏറ്റെടുക്കാൻ തുടങ്ങി, റിലീജിയൻ വന്നു തുടങ്ങി, റിലീജിയൻ ദൈവങ്ങളാവാൻ തുടങ്ങി. ഇപ്പൊ നമ്മള് ആ ജന്മസിദ്ധി കൊണ്ട് വർണ്ണങ്ങളാക്കി, കർമ്മബലം കൊണ്ട് കിട്ടുന്ന വർണ്ണം ജന്മ ബലം കൊണ്ട് കിട്ടുന്ന വർണ്ണങ്ങളാക്കി. നീ മറ്റേതിലാ ജനിച്ചത്, നീ പാത്രം കഴുകിയാൽ മതി. See, this is all religions doing. We are against all religion. Sorry. എനിക്ക് ഇത് റീസെന്റ് ആയിട്ട് കഥ പറയാനുള്ളതെന്ന് പറഞ്ഞാല്, എൻ്റെ ഒരു ബഡി അവനിപ്പോ ഒരു കുറെ നാള് പുറകെ നടന്ന ചിക്കനെ സെറ്റ് ചെയ്ത്. ഓക്കെ, ഐ വാസ് ഫ്ലാബ്രിഗാസ്റ്റഡ് when he told me, മച്ചാനെ ചിക്കൻ നമ്മുടെ കൂട്ടരില്ലേ, അതൊന്ന് എന്ന് വെച്ചാ എനിക്ക് മനസ്സിലായില്ലേ, അതൊന്നും നോക്കൂല, അസുഖം ഉണ്ടോന്ന് ഞാൻ വിചാരിച്ചു. ഇല്ല, അവള് SC ആണെന്ന്. What the hell, bro? Yeah, bro, don't talk to him. bro, cut him off. ഞാൻ സത്യത്തിൽ brother's advice, cut him off. ഞാൻ സത്യത്തിൽ ഇങ്ങനെ അങ്ങനെയാണ്. എനിക്ക് കുറെ നാളത്തെ he has never talked religion to me. പക്ഷെ ഞാനിങ്ങനെ താടിയിൽ കൈ വെച്ചിരുന്ന് ഞാൻ ഒരു 2 സെക്കൻഡ് ഇങ്ങനെ മിണ്ടാനോ അവന് മനസ്സിലായത്. Bro, please cut him off from your life. Let him be at peace. Do whatever he want. Do not indulge in with him. ബിക്കോസ് ഇങ്ങനെയുള്ള ആളുകളെ എനിക്ക് ഹേറ്റാണ് ബ്രോ. ഒരു പെണ്ണിനെ ഞങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറയുന്നേ ഉള്ളൂ, മറ്റേ ഒരു യഥാർത്ഥ താന്ത്രിക്, മറ്റേ ആസ്ട്രോളജർ പറയുന്നത്, നീ ഒരാളെ പ്രേമിച്ചു കഴിഞ്ഞോ പിന്നെ ജാതകമോ പൊരുത്തമോ പോലും നോക്കിക്കൂടാ, അത് ഹിന്ദുയിസം അല്ലെങ്കിൽ ദൈവത്തിനെതിരാണ്. ഹരി പത്നാപുരം, ഗൈസ് ചെക്ക് ഹിം ഔട്ട്, ഹീസ് വണ്ടർഫുൾ ഗൈ. അയാളുടെ റീൽസ് ഒക്കെ ഭയങ്കര ഫേമസ് ആ, 10 മില്യൺ 20 മില്യൺ. ഞങ്ങൾക്ക് പുള്ളിയുടെ ഫാമിലി ഫ്രണ്ട് ആയതുകൊണ്ട് ഒരുപാട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സംസാരിക്കാൻ ഞങ്ങൾ അവരോട് സംസാരിച്ചിട്ടുണ്ട്. പുള്ളി ഒരു ഫോൺ കോളിലൊക്കെ പറയുന്നുണ്ട് മറ്റേ വെള്ളം അടിക്കുന്ന കാര്യം, അതൊക്കെ ഫൺ ഗൈ ആണ്. ആൻഡ് യു വിൽ നെവർ മീറ്റ് എ ഗൈ ലൈക്ക് ഹിം. 1 മിനിറ്റ് പോലും ദൈവത്തിന് വിശ്വാസമില്ല, ഇതിൽ വിശ്വാസമില്ല, ഒന്നുമില്ല. സമയം, കാലം, ശാസ്ത്രം, പുള്ളി 3 പുള്ളിയുടെ ദൈവം. പുള്ളി ദൈവത്തിനായിട്ട് കാണുന്ന ഒരു സുപ്രീം കോൺഷ്യസ്നെസ്. പുള്ളി പറയുന്നത് കൃഷ്ണനും രാധയും അതൊക്കെ ചുമ്മാ ക്യാരക്ടേഴ്സ് ആണ്, അതിലൊന്നും വലിയ കാര്യമില്ല. യഥാർത്ഥത്തിൽ ഒരു കോൺഷ്യസ്നെസ് ഉണ്ട്. അപ്പം അവിടോട്ട് എത്താൻ വേണ്ടി എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരും. അതിനകത്ത് പൂജയില്ല, പൈസയില്ല, ഒന്നുമില്ല. ഞാൻ ഫ്രീ ആണെങ്കിൽ എനിക്ക് പറഞ്ഞു തരും, എനിക്ക് പണിയുണ്ടായി ഞാൻ ഫോൺ എടുക്കൂല. അതാണ് പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ്. പുള്ളി നൈസാണ്, പുള്ളി അടിപൊളിയാണ്. മറ്റേ USA ഒരുപാട് കഥയൊക്കെ ഉണ്ട്, അതൊക്കെ രസമാണ്. പക്ഷെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് പോണം, എസ്പെഷ്യലി കമ്മിങ് ബാക്ക് ടു ദ റിലീജിയൻ, എനിക്ക് ഓഷോനെ ഒന്ന് കോട്ട് ചെയ്യണം. ഓഫ് കോഴ്സ്. ഓഷോ പറഞ്ഞിട്ടുണ്ട്, ദി ഓൺലി തിങ് a human can experience in spiritual ecstasy is death. അത് ഡെത്തിൽ മാത്രമേ അവന് ശരിക്കും സ്പിരിച്വൽ ഇങ്ങനൊരു ആസ്പെക്ട് ഉണ്ടെന്ന് മനസ്സിലാവും. ആൻഡ് അതർ വേ ടു അച്ചീവ് ഇസ് ഡീപ്പ് മെഡിറ്റേഷൻ. ഓഫ് കോഴ്സ്, അത് ഒരു ഡീപ്പ് മെഡിറ്റേഷൻ ഇസ് എ പാത്ത് വേ. അതുകൊണ്ട് തന്നെ ആയിരിക്കും നമ്മുടെ പണ്ടത്തെ സന്യാസിമാരും ധ്യാനിമാരും ബുദ്ധിസ്റ്റ് മോങ്സും ഒക്കെ മെഡിറ്റേഷൻ്റെ ഇടയിൽ സമാധി ആയി പോകും. യെസ് ഗൈസ്, ഡീപ്പ് മെഡിറ്റേഷൻ ഈസ് സംതിങ് യു ക്യാൻ ഓൺലി അച്ചീവ് വിത്ത് എ ഗുരു. കാരണം ഇൻ ഡീപ്പ് മെഡിറ്റേഷൻ യു ഗെറ്റ് ടു എക്സ്പീരിയൻസ് ഡെത്ത്. എന്ന് പറഞ്ഞാൽ ഡെത്ത് എന്താണെന്ന് പറഞ്ഞാൽ ഞാനത് പറഞ്ഞുതരാം. ഡെത്ത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ വി ആർ ലീവിങ് അവർ ഹ്യൂമൻ ബോഡി. നമ്മളുടെ ഹ്യൂമൻ ബോഡി സറൗണ്ടിങ്സും വിട്ട് വെളിയിലാവുകയാണ്. നമ്മൾ ജനിച്ചതിന് ശേഷം ഇതുവരെ അങ്ങനെ ആയിട്ടില്ല. ദ മൊമെന്റ് വി ലീവ് അവർ ഹ്യൂമൻ ബോഡി ഈസ് ഡെത്ത്. നമ്മൾ സ്പിരിച്വൽ റെലം എന്ന് മാറുക. അതെ, നമ്മൾ ഫിസിക്കൽ റെലത്തിൽ നിന്ന് സ്പിരിറ്റ് റെലത്തിലേക്ക് പോവുക. അവിടെ ഈ കാണുന്ന ക്യാമറ ഇതൊന്നുമില്ല. വി ആർ ഹാവിങ് എൻ എൻറ്റയർലി ഡിഫറെൻറ്റ് വൈബ്രേഷൻസ് ആൻഡ് എൻറ്റയർലി ഡിഫറെൻറ്റ് വേവ് ലെങ്ത്. നമ്മുടെ കണ്ണില്ല, നമ്മുടെ കാഴ്ചയില്ല, അവിടെ നമുക്ക് വേറെ സെൻസസ് ആണ്. വി വിൽ നോട്ട് സീ വാട്ട് വി ആർ സീയിങ് നൗ. ജസ്റ്റ് ലൈക്ക് നമ്മളിപ്പോൾ അവർ കാണുന്നത് കാണാത്തത് പോലെ തന്നെ. മേ ബി നമ്മൾ ഈ വാട്ട് ബുദ്ധിസം, വാട്ട് ഇസ്ലാം, വാട്ട് ക്രിസ്ത്യാനിറ്റി, വാട്ട് ഹിന്ദുസം സേസ് അബൌട്ട് ഡെത്ത് ഒരു എപ്പിസോഡ് ചെയ്യണം. ഉറപ്പായിട്ടും വി വിൽ ഡു ആൻ എപ്പിസോഡ് ഓൺ ഡെത്ത്, മോക്ഷ, റീഇൻകാർണേഷൻ ആൻഡ് ദി കാർമിക് സൈക്കിൾ ഓഫ് ബർത്ത് ആൻഡ് റീബർത്ത് ആൻഡ് ഹൗ ടു സ്റ്റോപ്പ് ഇറ്റ്. സർ, വേറൊരു പോയിന്റ് കൂടെ ഞാൻ പറഞ്ഞു തന്നെ ഗൈസ്. ഈ റിലീജിയൻ ദൈവങ്ങളായി കാണാൻ തുടങ്ങുന്നതിന് മുന്നേ ദൈവങ്ങൾ ഉണ്ടല്ലോ, ദൈവങ്ങളെല്ലാം പ്രീച്ച് ചെയ്ത ഏറെക്കുറെ ഇപ്പം
ഹിന്ദുസിലാണെങ്കിലും ഇസ്ലാമിലാണെങ്കിലും ക്രിസ്ത്യാനിറ്റിയിലാണെങ്കിലും അവരെല്ലാം പ്രീച്ച് ചെയ്യുന്ന അറ്റൈനിങ് ഹയർ കോൺഷ്യസ്. യെസ്, നമ്മൾ ഈ കാണുന്ന ദൈവങ്ങൾ, ഇപ്പൊ ജീസസിനെ നമ്മൾ ദൈവമായിട്ട് കാണുന്നു. ജീസസ് നെവർ ടോൾഡ് ടു ഫോളോ ക്രിസ്ത്യാനിറ്റി. സത്യം. ജീസസ് ടോൾഡ് ടു ഫൈൻഡ് യുവർ ട്രൂ ഗോഡ് ആൻഡ് വൺ സെൽഫ് ഇൻ കോൺഷ്യസ്നെസ്. വാട്ട് കൃഷ്ണ സെഡ്, കൃഷ്ണ ഒരു ഹിന്ദു അല്ലായിരുന്നു. കൃഷ്ണ ജനിക്കുമ്പോൾ ഹിന്ദുസവും ഇല്ലായിരുന്നു. അതൊക്കെ പിന്നെ റിലീജിയൻ ഉണ്ടാക്കിയതാണ്. ഈ കൃഷ്ണ നമ്മളെവിടെ ജീവിച്ചത്, ഇയാളെ ഹിന്ദു ആക്കിയേ പറ്റൂ. there would have been legit debates between ഗോത്രാസ്. കൃഷ്ണ ഞങ്ങളുടെയാണ്, കൃഷ്ണ നിങ്ങളുടെയാണ്, കൂടുതൽ വാളുള്ളവരുടെ ആയി കൃഷ്ണ. അത്രേ ഉള്ളൂ. അപ്പൊ നമ്മളൊന്നും ചിന്തിക്കുന്നില്ല. അപ്പൊ സത്യം, കൃഷ്ണ ഞങ്ങളുടെ കൂടുതൽ വിട്ടും ഓക്കെ നിങ്ങളുടെ സംബന്ധിച്ച് അപ്പൊ ഹിസ്റ്ററി അതുപോലെ എഴുതി വെച്ചിട്ടുള്ളൂ, അത്രേ ഉള്ളൂ. യെസ്, കൂടുതൽ വാളുള്ളവരുടെ ആണ് ഹിസ്റ്ററി. അത് എന്നും അങ്ങനെ ആയിരുന്നു. പിന്നെ അതിനൊരു മാറ്റം വന്നത് തോക്ക് കണ്ടുപിടിച്ചതിന് ശേഷം ബ്രിട്ടീഷുകാരുടെ. അതെ, പിന്നെ അവര് പറയുന്നതാണ് ക്രിസ്ത്യാനിറ്റി. യെസ്, പിന്നെ അവര് പറയുന്നതാണ് വേൾഡ് ഹിസ്റ്ററി. ഇപ്പോഴും ഞാൻ കാനഡയിൽ പോയപ്പോഴും നമ്മുടെ ഇന്ത്യയിൽ പോലും മര്യാദക്ക് നമ്മളെ ഹിസ്റ്ററി പഠിപ്പിക്കുന്നില്ല. ബിക്കോസ് ഇവിടെ വന്നിട്ട് അവർ നമ്മളെ 100-200 വർഷം പ്ലണ്ടർ ചെയ്ത് നമ്മളുടെ പൊന്നും പണവും ജെംസും കൾച്ചറും അമ്പലങ്ങളും ലൈബ്രറീസും നാഗക്കാവുകളും നമ്മളുടെ കൾച്ചറും നമ്മളുടെ പെണ്ണുങ്ങളെയും എല്ലാം നശിപ്പിക്കുകയും കൊണ്ടുപോവുകയും ചെയ്ത ആളുകളാണ് ഇവര്. എന്നിട്ട് ഞാൻ കാനഡയിൽ പോയപ്പോൾ ഐ വാസ് എനിക്ക് വട്ടായിപ്പോയി ഞാനിത് കേട്ടപ്പോൾ. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സ്കൂളിൽ പഠിക്കുന്ന പെങ്കൊച്ചുണ്ടായിരുന്നു പാർട്ട് ടൈമിന്. അവള് പറയുന്ന, ഞങ്ങളിങ്ങനെ ഹിസ്റ്ററിയൊക്കെ ചുമ്മാ സംസാരിക്കും, KFC-യിലായിരുന്നു അപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവള് പറഞ്ഞ കാര്യമാണ്, ബ്രിട്ടീഷുകാർ നിങ്ങൾക്ക് ദൈവങ്ങളെ പോലെ ആയിരിക്കുമല്ലേ എന്ന്. ഞാൻ പറഞ്ഞ ഇതെന്താ? അപ്പത്തേനും ഇവരുടെ സ്കൂളിൽ പഠിപ്പിച്ചേക്കുന്ന എന്തെന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാർ ദൈവദൂതരെ പോലെ ഇന്ത്യയിൽ വന്നു, ഇന്ത്യക്ക് വെളിച്ചവും അറിവും ടെക്നോളജിയും പകർന്നു കൊടുത്തിട്ട് അവർ തിരിച്ചു വന്നു എന്ന്. നിങ്ങൾ ബ്രിട്ടീഷുകാരെ പ്രാർത്ഥിക്കാറുണ്ടോ എന്നാണ് അവൾ എന്നോട് ചോദിച്ചത്. ബിക്കോസ് ആൻ ഇൻവേഷൻ ഓർ മർഡർ ഓർ കളവ്, അല്ലെങ്കിൽ നമ്മുടെ രത്നങ്ങൾ, നമ്മുടെ പെണ്ണുങ്ങളെ നമ്മളെ വെടിവെച്ച് കൊന്നത്, ജാലിയൻവാല ബാഗ്, മറ്റേത് മറിച്ചത്, ഇതൊന്നും വെസ്റ്റേണിൽ ഈ കഴിഞ്ഞ തലമുറകൾക്ക് അറിയത്തില്ല. ഞാനത് പറഞ്ഞപ്പോൾ അവൾ പറയാൻ നിനക്ക് പ്രാന്താണെന്ന്. സിമ്പിൾ ലോജിക്, കൂടുതൽ വാളുള്ളവനാണ് ഹിസ്റ്ററി. യെസ്, അപ്പം ഇതാണ് ഹിസ്റ്ററി. അപ്പം നിങ്ങൾ വിചാരിക്കുന്നതെല്ലാം സത്യമാണെന്ന് വിചാരിക്കരുത്. നിങ്ങൾ വിചാരിക്കുന്നതും കൂടുതൽ വാളുള്ള ഒരാൾ എഴുതിയ കഥ മാത്രമാണ്. അത്രേ ഉള്ളൂ. ഇനി നമുക്ക് ജാപ്പനീസ് ഈശയുടെ കഥയിലേക്ക്, ജാപ്പനീസിലേക്ക് പോകുന്നതിന് മുന്നേ ഇപ്പം ഖുറാനിലെ ഈസ ഞാൻ പറഞ്ഞല്ലോ. ഇനിയും ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, സൊറാസ്ട്രിയനിസത്തിലും സൂഫിയിലും ഒരു പേർഷ്യൻ ലെജൻഡ് ഉണ്ട്. യെസ്, ആ ലെജൻഡില് ഞാൻ പറഞ്ഞായിരുന്നല്ലേ. എന്നാ പിന്നെ നമുക്കത് മാറിയിട്ട് ജപ്പാനിലേക്ക് പോയാലോ. ജാപ്പനീസ് മിത്തോളജിയിൽ ഞാൻ ഇനി കുറച്ച് വാക്കുകൾ പറയും, നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. സെർച്ച് ചെയ്യണം, സെർച്ച് ചെയ്യണ്ട എന്നൊക്കെ എനിക്ക് പറയാം. എൻ്റെ ആഗ്രഹമാണ് ഞങ്ങളെ കാണുന്നവർക്ക് എന്തെങ്കിലും ഒരു ഉണർച്ച കിട്ടണം, അറിവ് കിട്ടുന്ന. എല്ലാവരും ജീസസ് ആവണമെന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് അറ്റ്ലീസ്റ്റ് വി വേക്ക് അപ്പ് റിയലൈസിങ് ദ ട്രൂത്ത്. ദർ ആർ മൾട്ടിപ്പിൾ ഹിസ്റ്ററീസ്. ഓക്കെ, ജാപ്പനീസ് മിത്തോളജിയിൽ ഒരു വില്ലേജ് ഉണ്ട്, ഷിങ്കോ വില്ലേജ്. ഷിങ്കോ എന്ന് പറഞ്ഞാൽ SHINGO വില്ലേജ്. ഷിങ്കോ വില്ലേജിൽ അമോറി എന്ന് പറയുന്ന സ്ഥലത്ത്, അമോറി എന്ന് പറയുന്ന പ്രോവിൻസിലാണ് ഈ ഷിങ്കോ വില്ലേജ്. അപ്പോൾ അവിടെ ഒരു കഥയുണ്ട്. അവിടുത്തെ കഥ എന്തോന്ന് പറഞ്ഞാൽ, ഈശ അല്ലെങ്കിൽ ജീസസ് ക്രൂസിഫിക്കേഷൻ എസ്കേപ്പ് ചെയ്തു. How did that reach Japan? Yes, how did that reach Japan എന്നാണ് പറഞ്ഞു വരുന്നത്. Because after escaping crucifixion, Jesus reached Japan. See, Israel is here and Japan is there. Yes. The entire different continent. Entire different continents. How did he reach there? Bro, this was written around 2000 to 1500 years ago. That was the time when Christianity didn't even reach Japan. ഇത് കണ്ടുപിടിച്ചത് എപ്പോഴാന്ന് വെച്ചാൽ ക്രിസ്ത്യാനിറ്റി സ്പ്രെഡ് ചെയ്ത് കപ്പലും തോക്കും ഒക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ അവിടെ ചെന്നപ്പോൾ കാണും ദേ ഇവിടെ ഈശയുടെ കഥ. മനസ്സിലായോ? അങ്ങനെയാണ് ദ ഫസ്റ്റ് ടൈം ഈ കഥ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഈ കഥ കണ്ടിട്ട് അവിടുത്തെ കഥയിൽ ജപ്പാനിൽ ഈശ തിരിച്ചു വന്നു. ഈശ ഹാഡ് എ വൈഫ് ആൻഡ് ഹി ഹാഡ് 2 children ആൻഡ് ഹി ഡൈഡ് അറ്റ് ദ ഏജ് ഓഫ് 106. ദിസ് ഈസ് റിട്ടൺ സ്ക്രിപ്ചർ. ആൻഡ് ഷിങ്കോ വില്ലേജ് എന്ന് പറഞ്ഞ വില്ലേജിൽ അടിച്ചു നോക്കിയാൽ അവിടുത്തെ സ്ക്രിപ്ചറിലും അവിടുത്തെ ദൈവങ്ങളിലും ഒരാൾ ഈശയാണ്. ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കുക ഗൈസ്. എന്നിട്ട് അവിടെ ഈശയുടെ ഒരു ടൂമ്പുണ്ട്, ഈശയെ അടക്കിയെന്ന് പറഞ്ഞൊരു ടൂമ്പ്. ആ ടൂമ്പിന്റെ പേരെന്തു പറയാവോ? ക്രിസ്തുവോ നൊഹാക്ക. ക്രിസ്തുവോ നൊഹാക്ക എന്ന് പറഞ്ഞാൽ ടൂംബ് ഓഫ് ക്രിസ്തു അല്ലെങ്കിൽ ടൂംബ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തു നൊഹാക്ക. ഇത് അവിടെ 1800 വർഷങ്ങൾക്ക് മുന്നേ അവിടെ എത്തണമെങ്കിൽ വാട്ട് ആർ ദി ഓഡ്സ് മാൻ?
So what about the thing in Tomb in Srinagar? Yes, these are legends. We are not here to speculate which is real. We are just giving them the facts. Yeah. You should search and you should find out. നിങ്ങളുടെ ദൈവം യഥാർത്ഥത്തിൽ അടക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. ദിസ് ഇസ് മൈ ഹംബിൾ റിക്വസ്റ്റ്. എന്നിട്ട് ഇവിടുത്തെ ലെജൻഡ് അനുസരിച്ച് ക്രൂസിഫിക്കേഷനെ പറ്റിയും പറയുന്നുണ്ട്. ജാപ്പനീസ് ലെജൻഡ് അനുസരിച്ച് ഇയാൾ ക്രൂസിഫിക്കേഷൻ എസ്കേപ്പ് ചെയ്ത് വന്നതാണെന്നും ഈ ക്രൂസിഫിക്കേഷൻ നടന്നത് ജീസസിൻ്റെ ബ്രദർ ജീസസിൻ്റെ മരണം ഏറ്റെടുത്തെന്നും നിങ്ങൾ ഇപ്പോൾ മരിക്കേണ്ട ആളല്ല, നിനക്ക് ലോകം നന്നാക്കാനുണ്ട്, നീ രക്ഷപ്പെടൂ, നീ നിന്റെ ലാൻഡ് ഓഫ് ഹിമാലയയിലോട്ട് പോയി രക്ഷപ്പെടൂ, നിനക്ക് പകരം ഞാൻ മരണം ഏറ്റെടുക്കാം. See, Jesus had brother. In Japanese mythology. I don't know about Bible mythology. There is no mention of ഞാൻ എൻ്റെ മൈൻഡിൽ പെട്ടെന്ന് വന്നൊരു വേക്ക് തിയറി എന്താണെന്നറിയോ, ഈ ക്രൂസിഫിക്കേഷൻ ആയ സമയത്ത് കുറെ കിറുക്കന്മാര് ഇറങ്ങി കാണും ഞാൻ ഈശോ എന്ന് പറഞ്ഞ്. ഉറപ്പായിട്ടും ആയി കാണും. അതായത് അവിടെ ഒരു ഡബിൾ. പക്ഷെ ജാപ്പനീസ് മിത്തോളജിയിൽ ബ്രദർ എന്നാണ് പറഞ്ഞേക്കുന്നത്. ആ ബ്രദറിന്റെ പേര് കൊണ്ട് ഈസുകിറി. ഈസുകിറി എന്ന് പറയുന്ന ജീസസിന്റെ ബ്രദർ മരണം ജീസസിന് വേണ്ടി ഏറ്റെടുത്തു ആൻഡ് ഹെൽപ്ഡ് ജീസസ് എസ്കേപ്പ് ടു ദി ഈസ്റ്റേൺ ലാൻഡ്സ് ത്രൂ സൈബീരിയ. സൈബീരിയ വഴിയാണ് വന്നതെന്ന് വരെ എഴുതി വെച്ചിട്ടുണ്ട്. ഐ ഡോണ്ട് നോ വൈ ദേ വുഡ് ഫേക്ക് നെയിം ക്രിസ്തു എന്ന പേര്, ക്രിസ്തുവിൻ്റെ ടൂംബ്, ക്രൂസിഫിക്കേഷൻ എസ്കേപ്പ് ചെയ്ത് വന്നതാണ് എന്നൊക്കെ. ക്രിസ്ത്യാനിറ്റി വന്നാലല്ലേ ഈ ക്രിസ്തുവിൻ്റെ കഥ അവിടെ അറിയൂ. ക്രിസ്ത്യാനിറ്റി വരുന്നതിന് 1000 വർഷങ്ങൾക്ക് മുമ്പ് ദിസ് ഈസ് റെക്കോർഡഡ്. ഹൗ ഡിഡ് ദാറ്റ് ഹാപ്പൻ? ആൻഡ് ഇത് ഫേക്ക് ആണെന്ന് പറയുന്നവർക്ക് പോയി സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യാനാണ് ഷിങ്കോ വില്ലേജ്. സെർച്ച് ചെയ്തിട്ട് വന്നിട്ട് ഫേക്ക് എന്ന് കമൻറ്റ് ചെയ്തു. ഐ ഹാവ് നോ പ്രോബ്ലം വിത്ത് ദാറ്റ്. അടുത്തത് ചൈനയിലെ കഥ. ഇത് ജപ്പാനാണ്, ഇനി ചൈനയിലും ഉണ്ട്. ചൈനയിലെ കഥ നടക്കുന്നത് ടാങ് ഡൈനാസ്റ്റിയിലാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ചൈന വാസ് വൺ ഓഫ് ദി മോസ്റ്റ് എഡ്യൂക്കേറ്റഡ് ആൻഡ് പ്രോമിനൻറ്റ് കൾച്ചേഴ്സ് ഇൻ ദ വേൾഡ്. അവർ ഇപ്പോഴും കൾച്ചർ, അതെ, വെസ്റ്റേണും അമേരിക്കയും നോർത്ത് അമേരിക്കയും നേറ്റീവ് അമേരിക്കൻസും ഒക്കെ വള്ളി നിക്കറും ഇലയും വെച്ച് പൊതിഞ്ഞു വെച്ചിട്ട് കുന്തം കൊണ്ട് പറഞ്ഞിട്ട് നടന്ന സമയത്ത് ജപ്പാനിലെ ആർമിയും ജപ്പാനിൽ സ്പിരിച്വൽ ടീച്ചിങ്ങും ഷാവലിൻ കൾച്ചറും ഇത് എല്ലാം ചൈനയിലുണ്ടായിരുന്നു. ജപ്പാനിലും ചൈനയിലും. ആ ചൈനയിലെ ടാങ് ഡൈനാസ്റ്റി എന്ന് പറഞ്ഞാൽ TANG ഡൈനാസ്റ്റി ഹാസ് എ വെൽ റിട്ടൺ സ്ക്രിപ്ചർ. ഇത് പലരും പേപ്പറിൽ എഴുതുവാണെങ്കിൽ ടാങ് ഡൈനാസ്റ്റിയുടെ രാജാവ് മേഡ് ഷുവർ ദാറ്റ് ദിസ് ഷുഡ് ബി ഇൻസ്ക്രൈബ്ഡ് ഇൻ റോക്ക്. I know that this will become important in the future. So this has to be preserved in my order of the king. Cuneiform പോലെ. ആ ടാങ് ഡൈനാസ്റ്റിയിൽ നെസ്റ്റോറിയൻ സ്റ്റീൽ എന്നാണ് ആ ബുക്കിൻ്റെ ആ സ്ക്രിപ്ചറിൻ്റെ പേര്. NESTORIAN STELE. നെസ്റ്റോറിയൻ സ്റ്റീൽ. ക്യൂനിഫോം എന്ന് സുമേരിയൻസ് പറയുന്നു, നെസ്റ്റോറിയൻ സ്റ്റീൽ എന്ന് പറയുന്നു. എന്ന് പറഞ്ഞ ഒരു കല്ലിലല്ല, ഒരു സ്റ്റീലിനകത്ത് ഇൻസ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അത് എഴുതിയപ്പോഴാണ് അറിയാവോ? 1781 AD സിയാങ് ചൈനയിലാണ് ഇത് എഴുതിയേക്കുന്നത്. അതിനകത്ത് എഴുതിയേക്കുന്ന ലാംഗ്വേജ് ചൈനീസും സിറിയാക്കിലും രണ്ടും. പക്ഷെ വേറെ കാര്യം പറയും, 1781 AD എന്ന് പറയുമ്പോൾ മറ്റേ ജീസസിന്റെ ടൈം ലൈനോട്ട് ഒരു ബന്ധമില്ല. അല്ല, അത് കണ്ടുപിടിച്ചതാണ്. ഇത് എഴുതിയത് അതിന് മുന്നെയാണ്. ഇത് കണ്ടുപിടിച്ചത് 1781 AD. This was written way back. Okay. അപ്പൊ എഴുതി വെച്ചേക്കുന്നത് ചൈനീസും സിറിയാക്കിലുമാണ്. സിറിയാക്ക് മീൻസ് പണ്ടത്തെ കാലത്ത് ബുദ്ധിസവും ചൈനീസും ഒക്കെ ജീവിച്ചിരുന്ന സമയത്തുള്ളൊരു ലോസ്റ്റ് അല്ലെങ്കിൽ പ്രിസർവ്ഡ് ലാംഗ്വേജ്. ഈ ടാങ് ഡൈനാസ്റ്റിയിലെ രാജാവ് ഒരു സംഭവം കണ്ടുപിടിച്ചു ഈ 1781 AD. അങ്ങനെ പറയാം. അപ്പം ഇത് ഇൻസ്ക്രൈബ് ചെയ്തത് hundreds or thousands of years ago. അപ്പോൾ ഇതിൽ എഴുതി വെച്ചേക്കുന്നത് there was a guy who came from the west. And with him came the arrival of Christianity. അങ്ങനെയാണ് എഴുതി വെച്ചേക്കുന്നത്. അതിൻ്റെ ബലവത്ത് എന്താണെന്ന് അറിഞ്ഞുകൂടാ. ആൻഡ് ഹി വാസ് ഓൾസോ കോൾഡ് ദ ലൂമിനസ് വൺ. പ്രകാശം പരത്തുന്ന ആളാണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്നിട്ട് ഇതിനകത്ത് ക്ലിയർലി എഴുതി വെച്ചേക്കുന്നത് പറഞ്ഞാൽ, ക്ലിയർലി ഇവിടെ എഴുതിയിട്ടുണ്ട്, ജീസസ് ദി മെസ്സായ ടീച്ചിങ് ബീയിങ് സ്പ്രെഡ് ഇൻ ദ ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലും നിപ്പറ്റിലും ഒക്കെ നടക്കുന്നത് ചൈനയിൽ വാർത്തയായിട്ട് എഴുതിയേക്കുക. ജീസസ് എന്ന് പറയുന്ന ആള് വന്ന് എന്തോ ഒരു പുതിയ കൾച്ചർ ഈസ്റ്റിൽ സ്പ്രെഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് രാജാവേ. ആൻഡ് ഹീ ഈസ് ഡൂയിങ് മിറാക്കിൾസ് ആൻഡ്
ടീച്ചിങ് കോമൺ പീപ്പിൾ ദ ആർട്ട് ഓഫ് ഹീലിംഗ്. കോമണേഴ്സിന് ഹീലിംഗ് എന്ന ആർട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നു. അതുപോലെ മാത്രമല്ല ഇയാളെ അവിടെ ആളുകൾ വേറൊന്നാണ് വിളിക്കുന്നത്. അത് ഈ സ്ക്രിപ്റ്റേഴ്സിൽ എഴുതിയിട്ടുണ്ട്, ദ സേക്രഡ് വൺ ഫ്രം ദ വെസ്റ്റ്. ദിസ് ഈസ് റിട്ടൺ ഇൻ ടാങ് ഡൈനാസ്റ്റി, നെസ്റ്റോറിയൻ സ്റ്റീൽ. അതിൻ്റെ വർഷം നിങ്ങൾ ഒന്നുകൂടെ നോക്കിയേക്കണം, ചിലപ്പോൾ ഞാൻ എഴുതി പോയപ്പോൾ തെറ്റിയതായിരിക്കാം. ഇനിയും ഒരു ഇതും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും ജപ്പാൻ ഇവിടെ ആയി ഇതടായി ഇവിടെ എല്ലാം കഴിഞ്ഞ് തീർന്നു വന്ന്. ഇനി അത് കഴിഞ്ഞിട്ട് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലോട്ട് എന്ന് പറഞ്ഞാൽ ഏഷ്യയുടെ താഴേക്ക് തായ്ലൻഡ്, വിയറ്റ്നാം, തായ്ലൻഡ് സ്ഥലങ്ങളിലേക്ക് ഒരു ഹിൽ ട്രൈബുകളുണ്ട്. എന്ന് പറഞ്ഞാൽ കാട്ടിലും മലയിലും ഒക്കെ മാത്രം ഇപ്പോഴും അവർ ഏകദേശം ഹിൽ ട്രൈബ്സ് ആണ്. ആർ ദേ മോഡേണൈസ്? ദേ സ്റ്റാർട്ട് വെയറിംഗ് ക്ലോത്ത്സ് ജസ്റ്റ് ഫ്യൂ ഹൺഡ്രഡ് ഇയേഴ്സ് അഗോ. സോ ദിസ് വാസ് വേ ബിഫോർ ദാറ്റ്, മേ ബി തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് അഗോ, 1500 ഒക്കെ ആവാം. അപ്പോൾ അവിടെ ഈ ക്രിസ്ത്യാനിറ്റി സ്പ്രെഡ് ചെയ്യാൻ ആളുകൾ പിന്നെയും തോക്കും കപ്പലുമായിട്ട് വരുമല്ലോ. ക്രിസ്ത്യാനിറ്റി എങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നത് അറിയാവോ? എല്ലാ രാജ്യത്തും പോയിട്ട് ദൈവം നിങ്ങൾക്കൊരു ചോയ്സ് തരുന്നു എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് തോക്ക് ചൂണ്ടും. യു ക്യാൻ എയ്തർ ഡു ബാപ്റ്റിസം ഓർ ഡൈ ഹിയർ, വെരി പീസ്ഫുൾ വേ. അങ്ങനെയാണ് ഇന്ത്യ ഉൾപ്പെടെ എല്ലാ രാജ്യവും ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ആയത് വിത്ത് ദ ബ്രിട്ടീഷ് ഇൻക്വസിഷൻസ്. ഞങ്ങളിത് പറയുന്നത് ഒരു ക്രിസ്ത്യാനിറ്റിയെ ക്രിസ്ത്യാനിറ്റി കളിയാക്കാനാണെങ്കിൽ ഞാൻ ഇത്രയും നേരം ഇടുന്ന ജീസസ് കോൺഷ്യസ്നെസ് ആണെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന പറയത്തില്ല. ബ്രോ, ഐ വാണ്ട് ടു ബ്രിങ് ഔട്ട് ദ ട്രൂത്ത്. എന്താണ് അവർ ഹൈഡ് ചെയ്യാൻ നോക്കുന്നത് എന്നുള്ളത് ഞാൻ പറയും. അത് എനിക്കറിയാം, ഇത് കാണുന്നവർക്ക് അത് ഞാൻ ഓപ്പൺ മൈൻഡ് സെറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കുക. ഉറപ്പായിട്ടും ഇത് കണ്ട് ഹേറ്റ് ചെയ്യുന്നവർക്ക് വരെ അറിയാം ഇത് സത്യമാണെന്ന്. ഈ തോക്കും കൊണ്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. ബട്ട് ദേ ആർ നോട്ട് റെഡി ടു അക്സെപ്റ്റ് ആൻഡ് ഐ ഡോണ്ട് വാണ്ട് യു ടു അക്സെപ്റ്റ്. സംഭവം എന്തെന്ന് വെച്ചാൽ ഇത്രയും ഈ ഫോർ എക്സാമ്പിൾ എൻ്റെ പ്രായമുള്ള ഒരാൾക്ക് 22 years ഓഫ് ഐഡിയോളജി ഇങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം ബിൽഡ് ചെയ്ത് അവന്റെ മൈൻഡ് സെറ്റ് പെട്ടെന്ന് അത് തെറ്റാണെന്ന് പറയുമ്പോൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓൺലി തിങ് യു ക്യാൻ ഡു ഈസ് എയ്തർ യു be a sheep and believe what your religion or book say, or you can do your research and find the true God. അതെ ഞങ്ങൾ പറയുന്നത്. മറ്റേ ഇയോബിന്റെ ഇതിൽ പറയുന്ന പോലെ, ബൈബിളിൽ ഇയോബിന്റെ ഇതിൽ പറയുന്ന പോലെ, ഗ്ലോറി ടു ദ ഗോഡ്സ് who concealed the truth and glory to the kings who seek the truth. അത്രയും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഹിൽ ട്രൈബിലേക്ക് തിരിച്ചു പോന്നു. അപ്പോൾ ഹിൽ ട്രൈബിലെ ആളുകളുടെ പേരാണ് കരീൻ, KAREN, പീപ്പിൾ ഓഫ് ബർമ. കരീൻ പീപ്പിൾ ഓഫ് ബർമയിലെ ഒരു ഏൻഷ്യൻ ലെജൻഡാണ്. ദ ഏൻഷ്യൻ ലെജൻഡ് എന്ന് പറയുന്നത് there was a white brother from west. ആ വൈറ്റ് ബ്രദർ ഫ്രം വെസ്റ്റ് ഞങ്ങളുടെ അടുത്ത് വന്ന് ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ തന്നു. എന്തൊക്കെയാണ് തന്നതെന്ന് അറിയാവോ? ഹി വാസ് ദ ഗ്രേറ്റ് ടീച്ചർ ഫ്രം വെസ്റ്റ്. ഹി ഗേവ് us divine teaching about God and consciousness. He taught us healing and illness injury. എന്ന് പറഞ്ഞാൽ ഇൽനെസ്, ഇഞ്ചുറി ഇതൊക്കെ എങ്ങനെ ഹീൽ ചെയ്യണമെന്ന് പഠിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഏറ്റവും വലിയ ഇതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വർഷങ്ങൾക്ക് ശേഷം ക്രിസ്ത്യൻ മിഷനറി അവിടെ പോയപ്പോൾ അവർ ഞെട്ടി ഈ ജീസസിനെ പറ്റി എഴുതിയേക്കുന്നത് കണ്ടിട്ട്. ഈ കാര്യങ്ങൾ വൈറ്റ് ബ്രദർ ഫ്രം വെസ്റ്റ്, ദ ഗ്രേറ്റ് ടീച്ചർ ഫ്രം വെസ്റ്റ്, ഡിവിനിറ്റി, ഇയാളുടെ പേര്, കാര്യങ്ങൾ എല്ലാം കൺഫേം ചെയ്ത് ക്രിസ്ത്യൻ കൺവേർട്ട് ചെയ്യാൻ വന്നതാ. ദേവർ അപ്പോഴേ ക്രിസ്ത്യൻസ് ആയിരുന്നു, ബട്ട് ദേവർ നോട്ട് ക്രിസ്ത്യൻസ് ഇൻ ദെയർ നെയിം ബട്ട് ഫോളോയിങ് ക്രൈസ്റ്റ്. റിലീജിയൻ അല്ല അവർ ഫോളോ ചെയ്തത്, അവർ ക്രൈസ്റ്റിനെ ഫോളോ ചെയ്യുന്നവരായിരുന്നു. അതുകൊണ്ട് അവരെ പെട്ടെന്ന് കൺവേർട്ട് ചെയ്യാൻ എളുപ്പമായിരുന്നു, തോക്കില് കാണിക്കേണ്ടി വന്നില്ല. ആൻഡ് ഈ സാധനം ക്രിസ്ത്യൻ മിഷണറീസ് കൺഫേം ചെയ്തതിന് ശേഷം അവരെന്താ ചെയ്തത്? ദേ ഇറേസ്ഡ് ദി സ്റ്റോറി. But in the legends of Vietnam and Thailand, Christianity first came 2000 years ago, not 300 or 200 years ago. പക്ഷെ ആദ്യം വന്ന കഥ മറച്ചേ പറ്റൂ, because that would confirm Jesus traveled to the world. That would raise questions. അപ്പോൾ ഞങ്ങൾക്ക് ഇത് വാങ്ങിച്ചത് അറിയണ്ട എന്ന് ക്രിസ്ത്യൻസ് ചോദിച്ചു തുടങ്ങിയ പള്ളി എന്തോ പറയും? അപ്പോൾ പള്ളിക്ക് പറയേണ്ടി വരും, ഇയാൾ ടിബറ്റി വന്ന് ഇതൊക്കെ പഠിച്ചിരുന്നു, അപ്പോൾ ഇയാൾ ഇനിസിയേഷൻ വന്നത് ഇവിടെ ആയിരുന്നു എന്നൊക്കെ ഹോൾ കോംപ്ലിക്കേറ്റഡ് ആവും. അപ്പം അതൊന്നും വരാതിരിക്കാൻ ദേ ഇറേസ് എവറി ട്രേസ് ഓഫ് ജീസസ് ട്രാവലിംഗ് ഔട്ട്സൈഡ് ഓഫ് ഇസ്രായേൽ. ആൻഡ് കൊന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞത് അവന്റെ സ്റ്റോറി എൻഡ് ചെയ്യാനാണ്. അയാൾ മരിച്ചില്ലായിരുന്നു, അയാൾ ലോകം മുഴുവൻ നടന്ന് ഇത് മൊത്തം സ്പ്രെഡ് ചെയ്തു. ഹി വാസ് നോട്ട് കിൽഡ് ഗൈസ്. എനിക്ക് അവിടെ ഒരു കോൺട്രഡിക്ഷൻ ഉള്ളത്, വൈ
letting him go. Bro, he was not let go. He escaped. He was destined to die. So if he escaped, why didn't they hunt him? They would have hunted him. That's why he would have gone to all these places. Tracking a guy was not easy that time. അല്ല എനിക്ക് ഉദ്ദേശം മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ പുള്ളീനെ കൊന്ന സ്റ്റോറി ഇത്രയും ഡ്രമാറ്റിക് ആയിട്ട് പറഞ്ഞതിന്റെ കാരണം പുള്ളിയുടെ ഡെത്ത് അവിടെ സംഭവിച്ചു എന്നുള്ള നറേറ്റീവ് പുഷ് ചെയ്യുവാണ്. മനസ്സിലായോ? അയാൾ മരിച്ചു എന്നൊരു കുഞ്ഞിനെ സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസം അയാൾ മരിച്ചതിന് ശേഷമുള്ള കഥ അന്വേഷിച്ച് കുഞ്ഞ് പോവോ? ബ്രോ, ടീച്ച് ദം യങ്. എന്ത് കള്ളത്തരം ഉണ്ടെങ്കിലും കുഞ്ഞുങ്ങളെ കൊച്ചിലെ പഠിപ്പിക്കുക, മതം ഉൾപ്പെടെ. അപ്പോൾ അവൻ വളർന്നു വലിയൊരു മണ്ടനായി വരും. പള്ളിയും അമ്പലവും ഖുറാനും പറയുന്നത് മാത്രം കേട്ട് ജീവിക്കുന്ന ഒരു മണ്ടനാവും. വി വെർ നോട്ട് ടോട്ട് റിലീജിയൻ ഇൻ ചൈൽഡ്ഹുഡ്. അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടെന്ന് നിങ്ങൾ പറയുവാണെങ്കിൽ അതിൻ്റെ നന്മ ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾ പറയും. വി വെർ ടോട്ട് ഹ്യൂമാനിറ്റി. യെസ്. എന്നിട്ട് 3 മതങ്ങളാണ് നമ്മുടെ രാജ്യത്തുള്ളത്, 4ാമതൊരെണ്ണം ബുദ്ധിസം ഉണ്ട്. നിങ്ങളിതെല്ലാം പഠിക്കുക, വായിക്കുക, ചുമ്മാ അറിഞ്ഞിരിക്കുക, എല്ലാം നല്ല രസമാണ് എന്ന് പറഞ്ഞ് വളർത്തിയ വീട്ടിലാണ് ഞങ്ങൾ വളർന്നത്. ആ ഒരു രീതിയിൽ വി ഗോട്ട് ബ്ലെസ്ഡ്. വി ആർ ബ്ലെസ്ഡ്. അതെ, ഞങ്ങളുടെ അച്ഛനും അമ്മയും ഒരു വട്ടം പോലും ഇന്ന കാര്യത്തിൽ അമ്മാമ്മയ്ക്ക് വിഷമമാവെന്നും പറഞ്ഞ അച്ഛൻ പറഞ്ഞു, നീ പോ, അമ്മാമ്മയ്ക്ക് വിഷമം പോയാ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ നീ അമ്പലത്തിൽ പോയി അത് ചെയ്യണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതൊക്കെ ഒരു ബ്ലെസ്സിങ് ആണ്. ദ ഫ്രീഡം ടു ലിവ് ഫ്രീ എന്ന് പറഞ്ഞാൽ ജീസസിനെയോ കൃഷ്ണനെയോ അള്ളയോ പേടിച്ചാണ് നിങ്ങൾ ജീവിക്കുന്നത്. വി ഡോണ്ട് ഫിയർ എനിവൺ. ഞങ്ങൾക്ക് ആകെ പേടിയുള്ളത് ഇവരെയൊക്കെ വിശ്വസിച്ച് ബ്ലൈൻഡായിട്ട് ഇവർക്ക് വേണ്ടി എന്ത് ചെയ്യുന്ന മനുഷ്യരെ മാത്രമാണ്. വി ഓൺലി ഫിയർ ഹ്യൂമൻസ്. Replace that fear with love, bro. Yeah, fear with love. നിങ്ങൾ എന്തിനാണ് ദൈവത്തിനെ പേടിക്കുന്നത്? ദൈവം നിങ്ങളെ രക്ഷിക്കാൻ വന്നെന്നല്ലേ നിങ്ങൾ വിശ്വസിക്കുന്നത്. പിന്നെ എന്തിനാണ് നിങ്ങൾ ദൈവത്തിനെ പേടിക്കുന്നതും നിങ്ങൾ ദൈവത്തിനെ കാണുമ്പോൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നതും ദൈവത്തിനെ കാണാൻ തല നെഞ്ചത്ത് തറയിൽ മുട്ടിക്കുന്നതും? അതൊന്നും വേണ്ട എന്നൊന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ നിങ്ങളുടെ റിലീജിയസ് ഇഷ്ടം. ബട്ട് ദൈവത്തിനെ കാണുമ്പോൾ ചിരിയും സന്തോഷവും ആഹ്ലാദവുമാണ് വരേണ്ടത്, അല്ലാതെ പേടിയും ഭയവും ഭക്തിയല്ല വരേണ്ടത്. ദാറ്റ് ഈസ് കൺട്രോൾ. ഞാൻ എപ്പോഴും എടുത്തെടുത്ത് പറയുന്ന സാധനമുണ്ട്. എല്ലാ റിലിജൻ ആയിക്കോട്ടെ, എല്ലാ മതം ആയിക്കോട്ടെ, എല്ലാ ഐഡിയോളജി എന്തായിക്കോട്ടെ, അവരുടെ സുപ്രീം ഗോളല്ല എപ്പോഴും കൺവേ ചെയ്യാൻ പറ്റുന്നത് മാസ്ലി റോങ് ഇന്റർപ്രറ്റഡ്. യെസ്, ഉറപ്പായിട്ട് മാസ്ലി റോങ് ഇന്റർപ്രറ്റഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഉറപ്പ് എൻ്റെ വീട്ടില്, എൻ്റെ അമ്മാമ്മയുടെ വീട്ടില് ഭഗവത്ഗീതയിൽ വായിക്കുമ്പോൾ അമ്മാമ്മയ്ക്ക് ഇതിന്റെ പൊരുളെന്തോന്ന് അറിയത്തില്ല. പൊരുളറിയാതെ പുള്ളിക്കാരി ഇങ്ങനെ കഥ വായിച്ച് പോവുക. എപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, ഒരുപാട് കഥ ഇൻസൈറ്റ്ഫുൾ ഉള്ള അമ്മമാരും അപ്പന്മാരുണ്ട്. ബട്ട് ദേ നെവർ ക്വസ്റ്റ്യൻ ദ സ്റ്റോറി ഓർ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ മോറൽ. അതെ, അത് എല്ലാവർക്കും അങ്ങനെ, നമ്മൾ അങ്ങനെ പറയാൻ പറ്റത്തില്ല. ബിക്കോസ് 99% ആളുകൾക്ക് ഇതൊന്നും മനസ്സിലാവത്തില്ല. അപ്പോൾ പക്ഷേ അവർക്ക് പറ്റിയ ഒരു നന്മ എന്ന് പറഞ്ഞാൽ ദേ ചോസ് ടു ലേൺ ദിസ് ആൻഡ് പാസ് ഡൗൺ ടു അസ്. പക്ഷേ ഈ റിലീജിയസ് ആയി പോയതും ഈ എന്താ പറയണത് വേദാസും അല്ലെങ്കിൽ പഠനങ്ങളും ഈ കൾച്ചറും നഷ്ടപ്പെട്ടത് നമ്മളല്ല, നമ്മളുടെ മുമ്പുള്ള ജനറേഷനാണ് ഇത് നശിപ്പിച്ചു കളഞ്ഞത്. ദേ ചൂസ് 9 to 5 ഓവർ സ്പിരിച്വാലിറ്റി ആൻഡ് എവറിത്തിങ്. നമ്മളുടെ അപ്പൂപ്പന്മാർ വരെ ഈ ദൈവങ്ങളെയും ഈ വേദാസിനെയും ഈ ബൈബിൾ സ്റ്റഡീസും ഖുറാൻ സ്റ്റഡീസും ഒക്കെ ഒരു നന്മ രീതിയിൽ പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ നമ്മുടെ അപ്പന്മാരും നമ്മുടെ അമ്മമാരുടെ ജനറേഷനിൽ ജോലി, കാശ്, ടാക്സ്, IT എന്നും പറഞ്ഞുകൊണ്ട് ഇതെല്ലാം കളഞ്ഞിട്ട് പോയി. ദെൻ കെയിം അസ്. നമ്മൾ ഇതെല്ലാം കൂടെ പഠിച്ചിട്ട് മത തീവ്രവാദികളായി. അള്ളാഹു മാത്രമേ ഉള്ളൂ, കൃഷ്ണൻ മാത്രമേ ഉള്ളൂ, ജീസസ് മാത്രമേ ഉള്ളൂ. ഇത് 3 ഒന്നാം മണ്ടന്മാരെ എന്ന് പറഞ്ഞു തരാൻ ഇപ്പം ആളില്ല. എന്നിട്ട് ഈ മതക്കളെ ഇപ്പം മത പണ്ഡിതന്മാർ വന്ന് എന്താ പറയുന്നത്, ക്യാഷ് ചെയ്യുവാണ് ഗായ്സ്. മതം പഠിപ്പിക്കുന്നതിന് ക്യാഷ്, മതങ്ങൾ തമ്മിൽ ഡിബേറ്റ്. അപ്പോൾ ഇതെല്ലാം നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റത്തോട്ട് വലിച്ചോണ്ട് പോവാണ്. നമ്മളെല്ലാം ഒന്നിച്ചു വരാനാണ് ഈ പ്രോഫറ്റുമാരും ഈ ജീസസും ഈ കൃഷ്ണനും രാമനും എല്ലാം നോക്കിയത്. എല്ലാ ഭൂമിയിലെ എല്ലാവരെയും ഒന്നിച്ച് കൊണ്ടുവരിക, എല്ലാവരെയും ഒന്നിച്ച് സമാധാനിപ്പിക്കുക, ഒറ്റ കോൺഷ്യസ്നെസ്സിൽ ജീവിക്കുന്നവരാണ് നമ്മൾ. നിങ്ങളിപ്പോൾ ഹാർഡ് കോർ ഹിന്ദു ആണെങ്കിൽ ഇമാജിൻ നിങ്ങളൊരു അപ്പുറത്തെ വീട്ടിലാണ് ജനിച്ചതെങ്കിൽ യു വിൽ ബി എ ഹാർഡ് കോർ മുസ്ലിം. ഒരു ഹാർഡ് കോർ മുസ്ലിം നിങ്ങൾ എന്ന് പള്ളിയിൽ പോയി അള്ളാഹുവിനെ മാത്രം വിശ്വസിക്കുന്ന ആളെങ്കിൽ നിങ്ങൾ എടുത്ത് പ്രസവിച്ച് ഒരു തൊട്ടിൽ മാറിപ്പോയാൽ യു വിൽ ബി എ ക്രിസ്ത്യൻ നൗ റീച്ചിങ് ബൈബിൾ. അത്രേ ഉള്ളൂ. ഒരു നെയിം ടാഗ് മാറിപ്പോ അത്രേ ഉള്ളൂ. അപ്പം ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഇത് മാത്രമല്ല, ഈ സമയത്ത് ഈസ അല്ലെങ്കിൽ ജീസസ് ഈ കൊന്നുകളയാൻ തീരുമാനിച്ചത് എന്തിനാണെന്നറിയാമോ? ജീസസ് വാസ് അഗെയിൻസ്റ്റ് സോ മെനി ക്രിസ്ത്യൻ ലോസ്.
കഴിഞ്ഞ എപ്പിസോഡിൽ അവസാനം പറഞ്ഞ പോലെ ഒരു പെൺകുട്ടി റേപ്പ് ചെയ്യപ്പെട്ടാൽ അവളാണ് കുറ്റക്കാരി. ഷീ ഡിസേർവ് പണിഷ്മെന്റ്. ഒരു പെൺകുട്ടി ഒരു കുടുംബത്തിൽ ജനിച്ചാൽ അതിനെ കളയാനോ ഇല്ലാതാക്കാനോ അതിൻ്റെ അച്ഛന് അവകാശമുണ്ടായിരുന്നു. ഒരു പെൺകുട്ടി ഒരിക്കലും ലീഗൽ ഓർ പൊളിറ്റീഷ്യൻ ഓർ ചർച്ച് എന്ന രീതിയിൽ പോകാൻ പാടില്ല, പഠിക്കാൻ പാടില്ല, ഒരു ലീഗാലിറ്റി ഇല്ല എന്ന് പറഞ്ഞാൽ അവർക്ക് നിയമത്തിൽ അവർ ബാധകമല്ല. ദേ ആർ കൺസിഡേർഡ് ആസ് ആനിമൽസ്, മെൻ, ആനിമൽസ് ആൻഡ് വുമൺ. അങ്ങനെയായിരുന്നു. അതുപോലെ തന്നെ റിലീജിയസ് റൈറ്റ് ഇല്ല. അവർക്ക് പള്ളി പോകാനോ പള്ളി കയറാനോ സമ്മതിക്കത്തില്ല. അത് എഡ്യൂക്കേഷൻ പാടില്ല. പെണ്ണുങ്ങൾ ഒരിക്കലും പഠനമോ പുസ്തകമോ മതമോ പഠിക്കാൻ പാടില്ല, വളരാൻ പാടില്ല. കെമിസ്ട്രി അല്ലെങ്കിൽ രസതന്ത്രം പഠിച്ചു കഴിഞ്ഞാൽ അവർ വിച്ചുകളാണെന്ന് പറഞ്ഞ് കഴുമരത്തിൽ കെട്ടിയിട്ട് കത്തിച്ച് കൊല്ലുമായിരുന്നു. ദാറ്റ് വാസ് ദ പണിഷ്മെൻറ്റ് ഓഫ് നോയിങ് ഹൗ ദ സയൻസ് വർക്ക്. സയൻസ് പഠിച്ചാൽ വിച്ചാണ്. വിച്ചുകളെ കൊല്ലുന്നത് എങ്ങനെയാണ്? ബൈബിളിലുള്ളതാണ്. നിങ്ങൾ ബൈബിൾ വായിക്കണം, ഞാൻ പറയുന്നതല്ല. എന്നിട്ട് മരത്തിൽ കെട്ടിയിട്ട് കാല് തൊട്ട് വിറക് വെച്ച് കത്തിച്ച് കൊല്ലണം സയൻസ് പഠിക്കുന്ന പെൺകുട്ടികളെ. എന്നിട്ട് അതേ കാലത്ത് തന്നെ സെക്സ് സ്ലേവ്സ് വെയർ അലൗഡ്. യുദ്ധങ്ങളിൽ നിന്നും അല്ലെങ്കിൽ പൈസ കൊടുത്തും സെക്സ് സ്ലേവ്സിനെ വാങ്ങിച്ച് വീട്ടിൽ വെക്കാം പെണ്ണുങ്ങളെ. ഇതൊക്കെ കണ്ടുകൊണ്ട് യേശുവിന് കലിപ്പ് വന്ന് യേശു ഇതിനെല്ലാം എതിരെ പറഞ്ഞ് ഇതൊന്നും അല്ല സംഭവം എന്ന് പറഞ്ഞ് അവസാനം പയ്യനെ അവർ തട്ടാൻ തീരുമാനിച്ചു. പയ്യൻ രക്ഷപ്പെട്ടു. ഇതാണ് സംഭവിച്ചത്. ഇനി നിങ്ങൾക്ക് ഇത് പറ്റുന്നില്ല, ഇതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഡു യുവർ റിസർച്ച്. അത് മാത്രമല്ല, 1 തിമോത്തി 2:12 എന്ന അധ്യായം ബൈബിളിൽ എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് എഴുതി വെച്ചേക്കുന്നത് ഞാൻ വായിക്കാം. ഞാനത് വിശ്വസിച്ചില്ല ബൈബിളിൽ ഇതുപോലൊരു സാധനം കാണുമെന്ന്. അതിനകത്ത് 1 തിമോത്തി 2:12 എഴുതി വെച്ചേക്കുന്നത് അതേ വാക്കാണ് ബൈബിളിൽ വായിക്കുന്നത്. ഡു നോട്ട് പെർമിറ്റ് എ വുമൺ ടു ലേൺ, ടീച്ച് ഓർ ഹാവ് അതോറിറ്റി ഓവർ എ മാൻ. She must remain silent. Bro, how did masculinity, how did this patriotic എന്താ പറയുന്നത്, അല്ല, ഈ മെയിൽ ഡോമിനന്റ് വേൾഡ് കെയിം ത്രൂ? എന്തുകൊണ്ടാണ് ഫീമെയിൽസിനെ അടിച്ചമർത്തുന്നത് എന്ന് ചോദിക്കുന്ന പെണ്ണുങ്ങൾക്കും ഉള്ള ഉത്തരവാണ് നിങ്ങൾ തന്നെയാണ് ഇത് വളർത്തുന്നത്. ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ പഠിച്ചും ഇതിനെ പ്രീച്ച് ചെയ്തും ഇതിനെ എക്സ്പാൻഡ് ചെയ്തും എല്ലാത്തിനും കാരണം നമ്മൾ തന്നെയാണ്. ഈ വാക്യങ്ങൾ ശരിക്കും 1 തിമോത്തി 2:12 Do not permit a woman to learn. Do not permit a woman to teach. Do not permit a woman to have authority over a man. She must remain silent. That's valid. നീ വായടച്ച് മിണ്ടാതിരിക്കണം. That's valid. Yeah. ഇത് പറയുന്ന നമ്മുടെ മതങ്ങളാണ്. ക്രിസ്ത്യാനിറ്റിയിൽ ഇത്, ഇസ്ലാമിൽ വേറെ ഇത്, ഹിന്ദുസത്തിൽ ഉണ്ടെങ്കിൽ വേറെ ഇത്, എല്ലാം ഉണ്ട്. ഞാൻ ഇന്ന് ബൈബിളിനെ പറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്. ഇതാണ് നമ്മളെ പഠിപ്പിക്കുന്നതും ഇതാണ് നമ്മളെ ആരാധിപ്പിക്കുന്നതും. അപ്പം ഫെമിനിസവും ആന്റി ഫെമിനിസവും പാട്രിയാർക്കിക്കൽ വേൾഡും മെയിൽ ഷോവിനിസവും ഒക്കെ എവിടെ വന്നു എന്ന് ചോദിച്ചാൽ ഇതൊക്കെ നിങ്ങളുടെ ബുക്കിൽ നിന്ന് വന്നു. അതെ, ഈ സാധനമൊക്കെ കൊണ്ടാ മറ്റേ റോമൻ എംപയറിലകത്ത് ഈ വെർജിനിറ്റി ബിഫോർ മാരേജും അങ്ങനത്തെ പരിപാടികളൊക്കെ ഭയങ്കരമായിട്ട് പോപ്പുലർ. റോമൻ എംപയറിൽ വെർജിനിറ്റി ബിഫോർ മാരേജ്, ഒരു കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ ദിവസം പെൺകുട്ടി വെർജിൻ അല്ല എന്ന് ആണിന് സംശയം തോന്നിയാൽ പുള്ളിക്ക് പള്ളിയിൽ പരാതി കൊടുക്കാം. ഇനി കുറേ പള്ളിക്കാരും അച്ഛന്മാരും എല്ലാവരും കൂടെ വന്ന് വെർജിനിറ്റി നോക്കും. വെർജിൻ അല്ല എന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ പെണ്ണ് ഈസ് പണിഷബിൾ ബൈ ഡെത്ത്. ഇത് ഞാൻ പറയുന്നത്, ഇത് അറിവ് ഷെയർ ചെയ്യാണ്. ഇത് നമ്മളുടെ മതപരമായ അറിവ് ഷെയർ ചെയ്യാണ്. അതുകൊണ്ട് ബൈബിളിൽ വിശ്വസിക്കുന്ന ആരും ഇനി ഒരു ആണിനെ കണ്ടാൽ നിങ്ങൾ യു ഷുഡ് റിമെയിൻ സൈലന്റ് അക്കോർഡിംഗ് ടു ബൈബിൾ, അക്കോർഡിംഗ് ടു 1 തിമോത്തി 2:12. ക്രിസ്ത്യൻ ബാഡി ബ്രോ. അപ്പോ എന്തുകൊണ്ടാണ് നമ്മളുടെ കാലത്തെ അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് ആണുങ്ങൾ ഇങ്ങനെ പെണ്ണുങ്ങളെ നീ മിണ്ടലടി എന്ന് പറയുന്നതിന് കാരണം ഉണ്ടെങ്കിൽ അത് അവന്റെ മതം പഠിപ്പിച്ചതാണ്. അത് അങ്ങനെ പഠിപ്പിച്ചതാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടുമാറണമെന്നല്ല പറയുന്നത്. നല്ലതെടുക്കുക, ബൈബിളിൽ നിന്ന് നല്ലതെടുക്കുക, ചീത്ത കളയുക. ഗീതയിൽ നിന്ന് നല്ലതെടുക്കുക, ചീത്ത കളയുക. ഖുറാനിൽ നിന്നും നല്ലതെടുക്കുക, ചീത്ത കളയുക. പിന്നെ വേറൊരു സാധനമുണ്ട്, നിങ്ങൾ എന്തെങ്കിലും പേടിപ്പിച്ച് പഠിപ്പിക്കാൻ നോക്കുകയാണെങ്കിൽ അത് പഠിക്കില്ല. If you are forced to teach something, it's most probably wrong. അല്ലാതെ നല്ല കാര്യങ്ങൾ നമുക്ക് കണ്ടാൽ മനുഷ്യർക്ക് മനസ്സിലാവും. സത്യം, അത് ഒരു ഫണ്ടമെന്റൽ യൂണിവേഴ്സൽ ലോ ആയിട്ട് നിങ്ങൾ വെച്ചാൽ മതി. വേറെ സാധനം, ലെറ്റ്സ് ടോക്ക് അബൌട്ട് കോൺഷ്യസ് എനർജി. അത് സ്പിരിച്വൽ റലം. ഈ ഇടെ ഒരു ഭയങ്കര സയന്റിഫിക് ബ്രേക്ക് ത്രൂ ഒന്ന് നടന്നല്ലോ. 2 people connected in their dream. അതിനെപ്പറ്റി ഞങ്ങളൊരു എപ്പിസോഡ് ചെയ്യുന്നുണ്ട്. 2 people
രണ്ടാളുകൾ, ഇത് വാലിഡ് സയൻസ് ആണ്, നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി. 20 minutes. വാലിഡ് സയൻസ് ആണ് ഇത്, നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി. രണ്ടാളുകൾ they were connected and were able to communicate to each other when they were dreaming Without any harnesses. Without any harnesses. And the scientists who done this claim that ഇത് ഞങ്ങളുടെ ഇനിഷ്യൽ ഫേസ് ആണ്, അടുത്ത ഫേസിൽ they might not even need to be sleeping. ഉറങ്ങു പോലും വേണ്ട, എനിക്ക് ഇവിടെ ഇരുന്ന് നിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. I can trigger a communication with you. അത് through the power of pineal gland ആണോ? Through the power of pineal gland. So guys, pineal gland എന്ന് പറയുന്ന ഒരു സാധനം, what do you do the first when you wake up? Brush your teeth. Yes. Bro, toothpaste-നകത്ത് ഏറ്റവും കൂടുതലുള്ള സാധനം എന്തോ? Fluoride. What does that do? It suppresses your pineal gland. Makes you dumb. Yes, makes you dumb. Actually makes you dumb. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ രാവിലെ എണീറ്റ് 6 മണിക്ക് എവിടെയോ പോയി ഏതോ ബോസിന് വേണ്ടി എന്തോ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ പറ്റും എന്നുള്ളൊരു ഭീതി ഈ സൊസൈറ്റിയൽ നോംസിലൂടെയും നമ്മളെ ഡംബാക്കുന്നതിൽ കൂടി നമ്മളത് വിശ്വസിക്കുകയും ചെയ്തു. പക്ഷെ ഞാൻ ക്യൂരിയസ് ആയിട്ട് പഠിച്ചെന്താ അറിയോ, ഫ്ലൂറിൻ ഹാസ് നോ ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ്. നോ, ഫ്ലൂറിൻ എന്ന് പറയുന്നത് നമ്മളെ, ഫ്ലൂറൈഡ് എന്ന് പറയുന്ന സാധനം നമ്മളെ എന്നും സോപ്പ്, പേസ്റ്റ്, ഷാംപൂസ് ഇതിലെല്ലാം കൂടെ നമ്മുടെ സ്കിന്നിലൂടെ നമ്മുടെ വായിൽ കൂടെ അബ്സോർബ് ചെയ്യിപ്പിക്കുകയാണ്. ഫ്ലൂറൈഡ് ഡയറക്ട്ലി നംസ് യുവർ പീനിയൽ ഗ്ലാൻഡ് ഓവർ ടൈം. എന്ന് പറഞ്ഞാൽ പീനിയൽ ഗ്ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരും ഇത് പഠിച്ചു കാണത്തില്ല, സ്കൂളിൽ പഠിപ്പിക്കത്തില്ല, കോളേജിൽ പഠിപ്പിക്കത്തില്ല, എങ്ങും പഠിപ്പിക്കത്തില്ല. നമ്മുടെ ഹ്യൂമൻ ബോഡിയിലെ ഏറ്റവും മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു സാധനമാണ് പീനിയൽ ഗ്ലാൻഡ്. പീനിയൽ ഗ്ലാൻഡ് എന്താണെന്നറിയാമോ? പീനിയൽ ഗ്ലാൻഡ് നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ സ്പൈനിൽ നിന്ന് ഒരു സ്പൈനൽ ഫ്ലൂയിഡ് നമ്മുടെ ബോഡിയിൽ നിന്ന് പീനിയൽ ഗ്ലാൻഡിലേക്ക് പോകും. ഉറങ്ങിക്കഴിഞ്ഞ് പീനിയൽ ഗ്ലാൻഡിലേക്ക് ആ സ്പൈനൽ ഫ്ലൂയിഡ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഉണ്ടാവുന്ന സാധനത്തിൻ്റെ പേര് DMT എന്നാണ്. DMT നിങ്ങൾ വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എവിടെയാണ്? ബ്രേക്കിംഗ് ബാഡിൽ അല്ലെങ്കിൽ LSD എന്ന് പറയുന്ന ഡ്രഗിനകത്ത് സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസസ്, ഡ്രഗ്സ് എന്ന് പറയുന്ന സാധനം യഥാർത്ഥത്തിൽ നമുക്ക് ഹാലൂസിനേഷൻ തരുന്ന സാധനങ്ങളെ പറ്റി ഉള്ള കെമിക്കലാണ് DMT, ഡൈമെട്രോ ട്രിപ്റ്റലിൻ. സംഭവം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല ഗൈസ്, എന്നും രാത്രിയിൽ നമ്മുടെ ബോഡി ആ ഡൈമിഥൈൽ DMT പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കും. എന്തിനാണ്? ആ സാധനമാണ് നമ്മൾ ഡ്രീമായിട്ട് കാണുന്നതും നമ്മളെ വേറൊരു റെലവായിട്ട് കണക്ട് ചെയ്യുന്ന സാധനവും. ഈ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഈ ആൾക്കാർക്ക് നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. നിയർ ഡെത്ത് എക്സ്പീരിയൻസിൽ കുറെ ഒരു ഞാൻ വേറൊരു ഇൻസൈൻ വേൾഡിൽ പോയി, ഞാൻ എൻ്റെ വേറൊരു ജീവിതത്തിലെ ലൈഫിലെ ഒരു ഫ്ലാഷസിൽ വന്നു. സംഭവം എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ബോഡീന്റെ ലൈഫ് എൻഡ് ചെയ്യുമെന്ന് ഉറപ്പിക്കുമ്പോൾ മാത്രം ഒരു ഇൻസൈൻ എമൗണ്ട് ഓഫ് DMT പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ബോഡി ഞാൻ മരിക്കുമെന്ന് ഉറപ്പിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് തെറ്റാം, 99% ശരിയായിരിക്കും, ചിലപ്പോൾ 1% ഞാൻ മരിക്കാതിരിക്കാം, റിക്കവർ ചെയ്യാം. അപ്പോൾ ഞാൻ മരിച്ചു എന്ന് ഉറപ്പ് വരുത്തിയാൽ മാത്രം ഹ്യൂമൻ ബോഡിയിൽ കോഡ് ചെയ്ത് വെച്ചേക്കാണ്, ഇഫ് ദിസ് ഗൈ ഡൈസ് ക്രിയേറ്റ് ദിസ് ഹ്യൂജ് എമൗണ്ട് ഓഫ് DMT ആൻഡ് ടേക്ക് ഇറ്റ് ഇൻ ടു ദ ബ്രെയിൻ ബിഫോർ ഹി ഡൈസ്. എന്ന് പറഞ്ഞാൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ മരിക്കുന്നതിന് തൊട്ട് മുന്നേ നമുക്ക് ഫ്ലാഷസ് പ്ലേ ചെയ്യും, നമ്മൾ ഏതോ ലോകത്തോട്ടങ്ങ് പോകും. എന്ന് പറഞ്ഞാൽ വി ക്യാൻ സേഫ്ലി ഡെഡ്യൂസ് ദാറ്റ് മരിച്ചു കഴിഞ്ഞാലും ആ ഡ്രീം നിൽക്കുന്നില്ല, നമ്മൾ ആ ലോകത്ത് വി കണ്ടിന്യൂ ഓൺ ലിവിങ്. DMT വേറൊരു രീതിയിൽ സെക്രറ്റ് ചെയ്യുക. ടു എക്സ്ട്രീം ബ്രെത്ത് കൺട്രോൾ ആണോ? യോഗ മെഡിറ്റേഷൻ, ബ്രെത്ത് കൺട്രോൾ. പ്രാണായാമം ചെയ്തു കഴിഞ്ഞാൽ സ്വാമിമാർ 1 മണിക്കൂർ 2 മണിക്കൂർ ഇങ്ങനെ ഇരിക്കുന്നത് അവർക്ക് വേറെ പണിയില്ലായിട്ടല്ല, അവർ നല്ല സൂപ്പർ ഹൈ ആയിട്ടിരിക്കുവാണ്. സദ്ഗുരുവിനോട് ചോദിച്ചിട്ടുണ്ട്, സദ്ഗുരു ഡു യു സ്മോക്ക് ഗഞ്ചാന്ന്? അപ്പൊ സദ്ഗുരു പറയും, ഐ ഡോണ്ട് വാണ്ട് ഗഞ്ച, ഐ എം ഓൾവേസ് ഹൈ. അതുപോലെയുള്ള സാധനങ്ങളാണ് ബ്രെത്ത് കൺട്രോളിൽ കൂടെ അച്ചീവ് ചെയ്യുന്നത്. ബ്രെത്ത് കൺട്രോളിൽ കൂടെ അച്ചീവ് ചെയ്യാൻ പറ്റാത്തവർ അയവാസ്ക എടുക്കും. സം പീപ്പിൾ ലൈക്ക് മീ, അയവാസ്ക എടുത്തത് ലീഗലായിട്ട്, അല്ലെങ്കിൽ ഇന്ത്യയിൽ അത് ഇല്ലീഗലാണ്, ഡോണ്ട് ടേക്ക് ഇറ്റ് ഇൻ ഇന്ത്യ. He died it in Canada area, the reserve forest. Yeah, I was doing it in South America. Yeah. Let's put it that way. South America, yeah. So again, let's get back to this. ഈ യേശുവിൻ്റെ ഒരു സാധനത്തിൽ ഒരു കൺസ്ട്രെയിൻഡ് ഐഡിയ അവർക്ക് കൊടുക്കാം. ബിക്കോസ് യേശു ഹിന്ദു ആണെന്നോ യേശു മുസ്ലിം ആണെന്നോ ഒന്നും അല്ല ഞങ്ങൾ പറയുന്നത്. യേശു എന്ന് പറയുന്ന ഒരു സുപ്രീം എൻറ്റിറ്റി ഉണ്ടായിരുന്നു. ഹി ഹാഡ് വെരി മോറൽസ് ഓഫ് ലിവിങ്. അപ്പം ആ പുള്ളിക്കാരൻ ഈ ഡ്യൂറിങ് ദ ഏജ് ഓഫ് ബൈബിളിൽ ഒരു വലിയൊരു ഗ്യാപ്പ് ഉണ്ട്. ആ വലിയ ഗ്യാപ്പ് ആൾക്കാർക്ക് ചോദ്യം പോലും ചോദിക്കാൻ പറ്റാത്ത രീതിയാണ് ഗ്യാപ്പ് ഇട്ടേക്കുന്നത്. വേർ വാസ് ഹി? യു ഡോണ്ട് ആസ്ക്.
വാട്ട് വാസ് യു ഡൂയിങ് യു ഡോണ്ട് ആസ്ക്. നിങ്ങൾക്ക് ആസ്ക് ചെയ്യാൻ ഇതില്ല, അവകാശമില്ല. അതെ അതെ. ഞാൻ പറയുന്നത് വായിക്കുക, വിശ്വസിക്കുക, ഇല്ലെങ്കിൽ നിന്നെ ദൈവം കോപിക്കും, ഹെല്ലിൽ വിടും, അല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് വന്ന് വെട്ടും. അതെ, അങ്ങനെയുള്ളൊരു സാധനത്ത് ഞങ്ങൾ ഇച്ചിരി ഡീപ്പ് റിസർച്ച് ചെയ്തു വാട്ട് റിയലി ഹാപ്പൻഡ് ഇൻ ദീസ് 10 to 20 years. ബ്രോ, നിങ്ങൾ ചോദിക്കുക അപ്പം അതെന്താ ക്രിസ്ത്യൻസ് ചോദ്യം ചെയ്യാത്തതെന്ന്. ബ്രോ, ക്രിസ്ത്യാനിറ്റി സ്പ്രെഡ് ചെയ്യാൻ വേറെ രാജ്യത്ത് പോയി തോക്കും വാളും വെച്ച് ഉപയോഗിച്ചവര്, ഡു യു തിങ്ക് ക്രിസ്ത്യൻസ് വെയർ അലൗഡ് ടു സ്പീക്ക് ഫ്രീലി ഇൻ ദെയർ ഓൺ കൺട്രി? ബ്രോ, ദേ വെർ ഹാങ്ഡ്. ക്രിസ്ത്യാനിറ്റിയെ ചോദ്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ പോളിത്തമിക് മോണോഗമിക് എന്നല്ലേ പറയുന്നത് ഒരു ദൈവം, അതിനെതിരെ വേറെ ദൈവങ്ങളെ പ്രാർത്ഥിക്കുന്നവരെ ഹാങ് ബൈ ഡെത്ത് ഇൻ പബ്ലിക്കാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതിന്റെ മരിക്കാതിരിക്കാൻ നോക്കുവോ അതോ അന്നത്തെ കാലത്ത് സെർച്ച് ചെയ്യാതിരിക്കാൻ നോക്കുവോ? ബ്രോ, യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വി ആർ ഫ്രീ നൗ ടു ദി മാക്സിമം എക്സ്റ്റെൻറ്റ്. ഇപ്പോഴും മതത്തിൽ വിശ്വസിക്കുന്നവർക്ക് കൺസ്ട്രെയിൻ ഉണ്ട്. ഞാൻ എപ്പോഴും പറയും, നമ്മളുടെ ജീവിതം എന്ത് മണ്ടത്തരമാണ്. സ്കൂള്, വർക്ക്, ലൈഫ്, ഇത് മൂന്നുമാണ് നമ്മളുടെ ജീവിതത്തിലെ ഫേസസ്. സ്കൂളിൽ എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? സ്റ്റഡി വാട്ട് ഐ ടെൽ യു ഓർ യു ഫെയിൽ. വർക്കിൽ എന്താണ് പഠിപ്പിക്കുന്നത്? ഡു വാട്ട് ഐ ടെൽ യു ഓർ യു ആർ പിരിച്ചുവിടുക, യു ഫെയിൽ. ഗവൺമെന്റ് എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? ഒബേ മീ ഓർ യു ഗോ ടു ജയിൽ. മതം എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? ഒബേ മീ ഓർ യു ഗോ ടു ഹെൽ. ഇത് പറഞ്ഞപ്പോഴാണ് ബ്രോ, നമ്മളെ കൺട്രോൾ ചെയ്യുക. യു ആർ നോട്ട് അലൗഡ് ടു ഡു ഗോ ഓൺ എ ഫോറസ്റ്റ്. നിങ്ങൾക്ക് ഫോറസ്റ്റിൽ ചെന്നൊരു കുടിൽ വിട്ടാൽ ഇപ്പൊ സമ്മതിക്കത്തില്ല സ്വന്തമായിട്ട് ജീവിക്കാൻ. അപ്പോഴേ ഫോറസ്റ്റുകാർ വന്ന് ഫോറസ്റ്റ് സെക്ഷൻ 340 എന്ന് പറഞ്ഞുകൊണ്ട് ജയിലിൽ പിടിച്ചിടും. നിങ്ങൾക്ക് വിശക്കുമ്പോൾ കാട്ടി പോയി ഒരു പഴം പറിച്ച് തിന്നാൻ സമ്മതിക്കത്തില്ല, ഫോറസ്റ്റ് ആക്ട് വന്ന് പിടിച്ച് ഇടും. ഇവിടെ നമ്മൾ ജീവിക്കേണ്ട രീതിയിൽ നമ്മളെ ജീവിപ്പിക്കുന്നില്ല. എനി വേ ടു എസ്കേപ്പ് ഫ്രം ടൗൺ, സിറ്റീസ്, ഗോ ടു ഫോറസ്റ്റ് ഓർ മല ആൻഡ് ലിവ് പീസ്ഫുള്ളി. ഇപ്പൊ അവിടെയും കയറാൻ സമ്മതിക്കത്തില്ല. യു ഹാവ് ടു ലിവ് ഇൻ ദിസ് സൊസൈറ്റി. യു ഹാവ് ടു ഡു വർക്ക് ഫോർ യുവർ എലീറ്റ്സ്. വി വിൽ ഗീവ് യു എ സ്മോൾ സ്ലേവറി സാധനം. അതിന്റെ പേര് ഇപ്പൊ സാലറി. സ്ലേവറി എന്ന് പറയുന്നത് സാലറിയിലോട്ടായി. അത്രേ ഉള്ളൂ. ബ്രോ, ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ പറയാം. അതേപോലെ തന്നെ നമുക്ക് ഹോളിവുഡ് എടുക്കുകയാണെങ്കിൽ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഹോളിവുഡിൽ ഇലുമിനാന്റി ഒക്കെ എക്സ്പോസ് ചെയ്തൊരു സിനിമ ഇറക്കിയതിനകത്ത് ബോൾഡ് അറ്റംപ്റ്റ്, ഐസ് വൈഡ് ഷട്ട്. I think that was ടോം ക്രൂസ്, റൈറ്റ്? Tom Cruise. ടോം ക്രൂസിന് ഇതേപോലത്തെ ഈ ഇലുമിനാന്റി അങ്ങനത്തെ സാധനങ്ങളെ ഫൈറ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ്. അതേപോലത്തെ സിനിമയാണ് ലാസ്റ്റ് സമുറായി. ലാസ്റ്റ് സമുറായിലെ കഥ എന്തുവാ? US മിലിറ്റന്റ് അല്ലെ ഒരു കിടിലൊരു ക്യാപ്റ്റൻ വരുന്നൊരു കഥ. അയാൾ ഒന്ന് ജാപ്പനീസ് ആർമീനെ ട്രെയിൻ ചെയ്യും, ഫേസ് ടു ഫേസ് ബാറ്റിൽ വിത്ത് സമുറായി. ലേറ്റർ ഹി ജോയിൻസ് ദ സമുറായി. സൂപ്പർ കഥയാ. ആൻഡ് ഇറ്റ് വാസ് കൊമേഴ്ഷ്യലി ഫ്ലോപ്പ് ആയി. അതിനെ വളരെ സമ്മതിച്ചു. അതെ, ആ ഒരു സിനിമ പറയുന്നത് അമേരിക്കൻ മിലിറ്റൻസിനെ ഡീഫോം ചെയ്യുന്നു. കാരണം സാമുറായിസിന്റെ എക്സ്പെർട്ടീസ് ഒക്കെ കാണിക്കുന്ന ഒരു പടമാണ്. അതിനെ ഒരുപാട് തിയേറ്ററിൽ നിന്ന് ഓടിപ്പിക്കാൻ ശ്രമിച്ചു. പറഞ്ഞാൽ തോക്കും കൊണ്ടുവന്ന ആർമിയെ വാളും കുതിരയും വെച്ച് ഓടിച്ച് തോപ്പിച്ച സമുറൈസ് ഉണ്ട്. അതെ, അത് നടന്ന കഥയാണ്. ആൻഡ് ഇറ്റ് ഈസ് എ ടെസ്റ്റിമോണിയൽ സ്റ്റോറി. ഇറ്റ് ഈസ് എ ട്രൂ സ്റ്റോറി. അതിനെ വളരാൻ സമ്മതിക്കത്തില്ല. ആൻഡ് ഇഫ് യു ആസ്ക് മീ വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് മൂവി ഇൻ മലയാളം, I would say ഇയോബിന്റെ പുസ്തകം. That would be my favorite movie in Malayalam. And what is your favorite movie in Hollywood എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ I have two: Kingdom of Heaven and The Last Samurai. That's mine, bro. That's my bro. Very Interstellar. Yeah. I mean, these are the movies you should never miss. Kingdom of Heaven നിങ്ങൾ കാണണം. ക്രിസ്ത്യൻസ് എന്താണ്, മുസ്ലിംസ് എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതിനകത്ത് എപ്പോഴും ഒരു സാധനം ഉണ്ട്. ഈ കിങ്ഡം ഓഫ് ഹെവനകത്ത് ക്ലിയർ കട്ട് ആയിട്ട് പറയുന്നുണ്ട്, ഈ ഫൈറ്റ് എല്ലാം നടക്കുന്നിടത്ത് എന്താ ഗോൾഡ് ഇല്ലാത്തടത്ത് എപ്പോഴും ഫൈറ്റ് നടക്കുന്നത്. അതെ, എലീറ്റ്സ്, ഇപ്പം ക്രിസ്ത്യാനിറ്റിയിലുള്ള എലീറ്റ്സ് ആണെങ്കിലും ഇസ്ലാമിലുള്ള എലീറ്റ്സ് ആണെങ്കിലും ഗോൾഡ് എക്സ്ചേഞ്ച് ഉണ്ട്. രണ്ടുപേർക്കും ദൈവം പീസ്ഫുൾ, ഒരു സീനും ഇല്ല. അതിനകത്ത് കിങ് വാൾവിന്റെ ഒരു കഥയുണ്ട്. പുള്ളിക്കാരൻ മറ്റേ ലെപ്പറായിട്ടുള്ള പുള്ളിക്കാരൻ ഐ വോൺ എ ഗ്രേറ്റ് ബാറ്റിൽ 16 എന്ന് പറയത്തില്ലേ, ആ ബാറ്റിൽ എങ്ങനെ ജയിച്ചെന്ന് അറിയോ? അവിടെ അത് പവർ ഓഫ് സ്റ്റോറി ടെല്ലിംഗ് ഇമോഷൻ കംസ് ടു പ്ലേ. കാരണം പുള്ളിക്ക് ഹാഡ് എ വെരി ലെസ് അഡ്വാൻറ്റേജ് വെൻ ഇറ്റ് കംസ് ടു നമ്പേഴ്സ്. ഓക്കെ, മച്ചാൻ ഇങ്ങനെ നടുക്കോട്ട് ബാറ്റിൽ ഫീൽഡിന് ഇറങ്ങി വെച്ച ഒരു കുരിശ് കുത്തിയിട്ട് പറഞ്ഞ്, ഈ കുരിശ് വീണ നിങ്ങളെല്ലാരും ഞാൻ കൊല്ലും. അങ്ങനെ സ്വന്തം സോൾജേഴ്സിന്റെ അടുത്ത് എന്ന് പറഞ്ഞാൽ പുള്ളി യുദ്ധം നടക്കുന്നിടത്ത് ഒരു കുരിശ് കൊണ്ട് സ്ഥാപിച്ചു, ഒരു പുൻകുരിശ്. ഇത് നിങ്ങളുടെ ദൈവമാണ്. ഈ ദൈവത്തിനെ വരുന്ന എന്താ അവര് പറയുന്ന ബാൾവിന്റെ എതിരാളികൾ, ഐ തിങ്ക് മുസ്ലിം ഇൻവേഡേഴ്സ്. അപ്പൊ അവര് വന്ന് ഈ കുരിശി തൊട്ടാൽ എന്റെ ദൈവം ചാവും, എന്റെ ദൈവം ചത്താൽ നിങ്ങളെ എല്ലാം ഞാൻ കൊല്ലും. ദൈവം നമ്മളെ കൊല്ലും, അല്ലെങ്കിൽ നിങ്ങൾ മരിച്ചിരിക്കും. അപ്പോൾ ദ ഓൺലി വേ ടു സർവൈവ് ഈസ് ഡു നോട്ട് ലെറ്റ് ദം ടച്ച് യു, ടച്ച് ദ ക്രോസ്. അങ്ങനെ ക്രോസിന് വേണ്ടി ബാറ്റിൽ ചെയ്ത് എല്ലാ ഇൻവേഡേഴ്സിനെയും കൊന്ന കഥയാണത്.
എന്ന് പറഞ്ഞാൽ ആ ഒരു കൺട്രോൾ റിലീജിയന്റെ പവറാണ്. അത് യൂസ് ചെയ്യേണ്ടവൻ യൂസ് ചെയ്താൽ അവൻ എന്തും ചെയ്യാൻ പറ്റും. പക്ഷെ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഓൾവേസ് പവർ റിമെയിൻസ് വിത്ത് ഫ്യൂ. എക്സാക്ട്ലി. ആൻഡ് വി ആർ ഷീപ്സ്. നമ്മൾ വെട്ടുകൊണ്ട് മരിക്കുക. ക്രോസിനെ പ്രൊട്ടക്ട് ചെയ്യാനും അമ്പലത്തിനെ പ്രൊട്ടക്ട് ചെയ്യാനും പള്ളിയെ പ്രൊട്ടക്ട് ചെയ്യാനും നമ്മൾ വെട്ടുകൊണ്ട് വീഴുക. ഏതെങ്കിലും നേതാക്കന്മാരോ നേതാക്കന്മാരുടെ മക്കളോ വെട്ടുകൊണ്ട് വീഴുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. ദേ ആർ കംഫർട്ടബിളി ലിവിങ് ഇൻ ന്യൂയോർക്ക് ഇൻ ആൻ എസ്റ്റേറ്റ് ബ്രോ. പോവാണ് നേതാക്കന്മാർ. ഇപ്പം ബെൻസിന്റെ കളക്ഷൻ ഉള്ള നേതാക്കന്മാരുണ്ട്. അത് പാവങ്ങളുടെ പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഞാൻ പറയുന്നില്ല ലെക്സസ് ഉള്ള മന്ത്രി. എന്നിട്ട് മച്ചാൻ പാവങ്ങളിൽ സേവിക്കാൻ വേണ്ടി ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ബട്ട് വി ചോസ് ടു ഇഗ്നോർ ബിക്കോസ് വി ആർ ടു ബിസി വർക്കിംഗ് 10 hours a day. വർക്കിംഗ് അല്ല, വി ആർ ടു ബ്ലൈൻഡഡ് ബൈ ദ ഐഡിയോളജി. ആൻഡ് അതാ എനിക്ക് പറയാനുള്ളത്. ഡോണ്ട് ബി ബ്ലൈൻഡഡ് ബൈ ദ ഐഡിയോളജി. നിങ്ങൾക്ക് ഒരു ഐഡിയോളജിയെ ചോദ്യം ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ യു ആർ നോട്ട് എ ഓപ്പൺ തിങ്കർ ആൻഡ് യു ആർ നോട്ട് ഫ്രീ തിങ്കർ. അതാ ഫ്രീ തിങ്കർ അല്ല. ഫോർ എക്സാമ്പിൾ എനിക്ക് ഓർമ്മയുണ്ട്, എന്നെ കോളേജിൽ പഠിക്കുമ്പം കുറച്ച് മച്ചാന്മാരുടെ അടുത്ത് കമ്മ്യൂണിസം എന്ത് തെറ്റ് ചെയ്താലും ഞാൻ പറയാം, ഇത് മണ്ടത്തരോ പൊട്ടത്തരോ എന്ന് പറയുമ്പം വിത്തൗട്ട് ലോജിക്കൽ റീസണിങ് ഇല്ലാതെ തോട്ട് പ്രോസസ് ഇല്ലാതെ അവന്മാർ ചാടിക്ക അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ നീ അതിനെക്കുറിച്ച് ഇങ്ങനെയും ചിന്തിക്കുക. ആ ചിന്തിക്കാനുള്ള കേപ്പബിലിറ്റി അവനെ കൊച്ചിൽ നിന്ന് ഇറാഡിക്കേറ്റ് ചെയ്ത് കളഞ്ഞു. ടീച്ച് ദം യങ്. കാരണം നമ്മളുടെ കൂട്ടത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് സഖാക്കന്മാർ ഇപ്പോൾ ഉള്ളത്, ഐ ആം ഷുവർ ദാറ്റ് അവർ കൊച്ചിലെ ഈ കമ്മ്യൂണിസം ഇൻഡക്ട് ചെയ്യും പിള്ളേരിലോട്ട്. കൊച്ചിലെ ചെങ്കൊടി പിടിപ്പിക്കുക, ചെങ്കൊടിയുടെ മണം ചോരയാണ്, ഇരട്ടച്ചങ്കന്റെ നാടാണ്, അതാണ് ഇതാണ് എല്ലാം. BJPയും സംഘിയും എല്ലാം പറയാം. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് കണ്ട സഖാക്കന്മാരാണ് ഏറ്റവും എന്താ പറയുന്നത്, ഹൗ ടു പുട്ട് ഇറ്റ് ഗുഡ് ഈസ് മെന്റലി ഇൻക്ലൈൻഡ് എന്ന് പറയാം. ഇരട്ടച്ചങ്കന്റെ അമ്മയുടെ പെൻഷൻ കൊണ്ട് കോടികൾ IT കമ്പനി തുടങ്ങിയ നാട്. അതൊക്കെ വിശ്വസിക്കുന്ന ആളുകളാണിത്. കാരണം ഐ ബിലീവ് ഓൾ ദി അതർ പാർട്ടീസ്, കമ്മ്യൂണിസ്റ്റ് ഒഴിച്ച് BJP ഞങ്ങൾ എന്തുവാ പറയുന്നതായിട്ട് വിചാരിക്കേണ്ട, ബാക്കിയുള്ളവരെല്ലാവരും പറയുന്നതായിട്ട് ഞങ്ങൾ മനസ്സിലാക്കിയ കാര്യമാണ്. BJPയിലെ ആളുകളും കോൺഗ്രസിലെ ആളുകളും ഈവൻ മുസ്ലിം ലീഗിലെ ആളുകളും they are allowed to question their political leaders. പൊളിറ്റിക്സിനകത്ത് അവരുടെ പാർട്ടിക്കകത്ത് വഴക്ക് നടക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ ഹെൽത്തി പാർട്ടി. കാരണം ഡിഫറെൻ്റ് ഒപ്പീനിയൻസ് വരുന്നു, ഇന്റേണൽ പ്രശ്നങ്ങൾ വരുന്നു, ഇതൊക്കെ വരുന്നു. പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരവിടെ ചെന്ന് കഴിഞ്ഞാൽ നാളെ നമ്മൾ ആ തവളയെ കൊല്ലുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സഖാക്കളും എന്ന് പറഞ്ഞ് ചാടും. എന്തിനാ കൊല്ലുന്നത്, എന്തിനാ തവളയെ കൊല്ലുന്നത്, ആരാ കൊല്ലുന്നത്, ഇതൊന്നും അറിയണ്ട, ഇതൊന്നും ചോദ്യം ചെയ്യത്തില്ല. ഈ നാട്ടിൽ ഇപ്പോൾ ഉള്ള ഏറ്റവും വലിയ പ്രശ്നം യങ് അൺഎഡ്യൂക്കേറ്റഡ് ബ്ലൈൻഡ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഫോളോവേഴ്സാണ്. നല്ല പഠിപ്പും വിവരവും ഉള്ള ആളുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇല്ല. നേതാക്കന്മാർ വരെ വൻ ശോകമാണ്. ഓരോരുത്തന്മാർ ന്യൂസ് ചാനലിൽ വന്നിരുന്ന് പറയുന്നത് കേൾക്കണം. ബ്രോ, അതിലും ബെറ്റർ ആയിട്ടുള്ള ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്, അവരൊക്കെ വരട്ടെ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി താഴോട്ട് പോകുന്നത് ഞങ്ങൾക്കും വിഷമമാണ്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉടനെ ഇല്ലാതാവും. എന്റെ അപ്പൂപ്പന്റെ പേര് O. ശ്രീധരൻ. അപ്പൂപ്പൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ജീവൻ കളഞ്ഞൊരു മനുഷ്യനാണ്. അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നശിക്കുന്നത് ഞങ്ങൾക്കും കണ്ടു നിൽക്കുമ്പോൾ വിഷമമുണ്ട്. എന്താണ് വേണ്ടുന്നത്? നല്ല ആളുകൾ, ബുദ്ധിയും വിവരവും പഠിപ്പും ഉള്ള ആളുകൾ വന്ന് ദേ ഷുഡ് സേവ് ദ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്ലീസ്. ബിക്കോസ് ഈ പാർട്ടിയും കൂടി ഇല്ലാതായാൽ പിന്നെ ഈ രാജ്യത്ത് അല്ലെങ്കിൽ സംസ്ഥാനത്ത് BJPയും കോൺഗ്രസും മാത്രമേ ഉള്ളൂ. അത് പിന്നെയും പ്രശ്നമാവും. ഇപ്പൊ 3 പാർട്ടിയെങ്കിലും 5 പാർട്ടിയെങ്കിലും മിനിമം വേണം. ഈ 3 എന്നുള്ളത് 2 ആയി കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും ഒരു ഡീലിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും മൂഞ്ചും. ആര് ജയിച്ചാലും നമ്മൾ മൂഞ്ചും. ഒന്നെങ്കിൽ എന്താ പറയുന്നത്, ഏറ്റവും കൂടുതൽ കോഴയും കാര്യങ്ങളും വായിക്കുന്ന ഒരു പാർട്ടി ജയിക്കും, അല്ലെങ്കിൽ ഹിന്ദു ഫിലിയ ആയിട്ടുള്ള ഇസ്ലാമോഫോബിസ്റ്റ് ആയിട്ടുള്ള BJP ജയിക്കും. അപ്പം ഇത് രണ്ടും വന്നാൽ കേരളത്തിന് പ്രശ്നമാണ്. അപ്പം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇപ്പൊ പ്രശ്നം എന്ന് പറഞ്ഞാൽ ദേ ആർ ഓൺലി സപ്പോർട്ടിങ് മുസ്ലിംസ്. ഇവര് മാത്രമായാലും പ്രശ്നമാണ്. അൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഞാൻ പറഞ്ഞല്ലോ ട്രോള് കണ്ടതാണ്. അപ്പം ഈ 3 പേരും കൂടാതെ ഒരു 1, 2, 3 പാർട്ടിയും കൂടെ വരുമ്പോൾ ഇവന്മാർക്ക് ഹീറ്റ് ആവും. കാരണം കോഴ വാങ്ങിക്കുന്നതും കള്ളത്തരം കാണിക്കുന്നതും അജണ്ട കാണിക്കുന്നതും ഒക്കെ ഓക്കെ, പക്ഷെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ തോക്കാൻ കാര്യമുണ്ട്. കാരണം വേറെ 4 പാർട്ടി നമ്മുടെ വോട്ട് ഷെയർ പിടിക്കാനുണ്ട്. 50-ന് താഴെ പോയാൽ മൂഞ്ചും എന്നുള്ള ചോദ്യം ഇവർക്കെല്ലാം വരണം. ഇനിയും വലിയ പാർട്ടികൾ വരട്ടെ. ആം ആദ്മി വന്നല്ലോ, ആം ആദ്മി ലോകത്തിനെ മാറ്റാൻ വേണ്ടി വന്നല്ലോ. ഇപ്പൊ എന്തിയെ അടിച്ചൊതുക്കി ബ്രോ. സ്കാം ആഫ്റ്റർ സ്കാം ആഫ്റ്റർ സ്കാം, ഉള്ളതും ഇല്ലാത്തതും. കേസെല്ലാം ആം ആദ്മി ജയിച്ചു, പക്ഷെ മീഡിയ, പൊളിറ്റിക്സ് ആൻഡ് അന്തൂസ് ഓൾ വെയർ അഗെയിൻസ്റ്റ് ദം. സോ ഗൈസ്, സമയം ഇട്ടിരുന്നതിന്റെ ഞാനൊരു പ്രഡിക്ഷൻ പറഞ്ഞ പോഡ്കാസ്റ്റ് ഇവിടെ നിർത്തുവാണ്. മൈ പ്രഡിക്ഷൻ ഇസ്
വിജയ് മല്യ അടുത്തൊരു 9 മാസം ഒരു കൊല്ലത്തിനകം ഇന്ത്യ വരും. ദാറ്റ് ഇസ് മൈ പ്രഡിക്ഷൻ. സംഭവം എന്ന് പറഞ്ഞാൽ വിജയ് മല്യയുടെ PR ടീം എടുക്കുന്ന വർക്ക് ഇപ്പൊ ലോകത്തിൽ എല്ലാവരും വിജയ് മല്യ ഫാൻസ് ആയി കഴിഞ്ഞു. മണ്ടന്മാരാണ്. എനിക്ക് എന്റെ ബ്രോ ഇതൊരു നാടകമാണ്. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ് ഇസ് എ സ്ക്രിപ്റ്റഡ് സ്റ്റേജ് ആക്ട്. ഇത് നിങ്ങൾ കണ്ടിട്ട് വിജയ് മല്യയുടെ സ്റ്റാറ്റസ് ഇടുന്നവരോട് ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ, ബ്രോ ഗെറ്റ് ബെറ്റർ എഡ്യൂക്കേഷൻ. സംഭവം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ വിചാരിച്ച് ഓൾ ദ മണി ഉണ്ടെങ്കിൽ ന്യൂസിലൻഡിലോ ഇപ്പൊ നെതർലൻഡ്സോ വേറെ എവിടെയോ സ്വിറ്റ്സർലൻഡിൽ ഹാപ്പി ആയിട്ട് ജീവിക്കാന്ന് പറഞ്ഞു. ബട്ട് ഹി സ്റ്റാർട്ടഡ് മിസ്സിംഗ് കൺട്രി ഇന്ത്യ. എന്നിട്ട് PR ടീം കൊണ്ട് നൈസായിട്ട് വർക്കെടുത്ത് അതും നിങ്ങൾ നോക്കിയോ IPL ജയിക്കാൻ ബാംഗ്ലൂരിലെ ആളുകൾ ബാംഗ്ലൂർ എന്നുള്ള വികാരവും കിങ്ഫിഷറും എല്ലാം ആയിട്ട് അയാൾ 18 വർഷം അല്ലെങ്കിൽ ഇത്രയും നാൾ വെയിറ്റ് ചെയ്തു. ദ ഡേ IPL വോൺ വിത്ത് ഇത് അയാൾ അടുത്ത ദിവസം ഷൂട്ട് ചെയ്തു, ഒരാഴ്ച കഴിഞ്ഞ് പബ്ലിഷ് ചെയ്തു. ഇനി നോക്കിയോ PR ടീം വിൽ പുഷ് തിങ്സ്. ഞാൻ അടുത്തൊരു ഇപ്പൊ വരത്തില്ല, ഇപ്പൊ ആൾക്കാർക്ക് PR ടീമിന്റെ ഡൗട്ട് എന്ന് പറയും. ഇനി സ്ലോ ഫോം കണ്ടന്റ് വരും. പതുക്കെ വരും. ഇപ്പൊ തന്നെ ഗവൺമെന്റിനെ വരെ അയാൾ കയ്യിലെടുത്തു കാര്യങ്ങൾ പറയിപ്പിച്ചു തുടങ്ങി. കാരണം മിനിസ്റ്റർ വാസ് സേയിങ് ഹി ക്ലിയർഡ് ഹിസ് ഡെപ്റ്റ് എന്നൊക്കെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകൾ വന്നു തുടങ്ങി. അയാൾ പറഞ്ഞ ഒരുപാട് തള്ളു തൂക്കിയിട്ടുണ്ട്. കാരണം ഈ കുറെ പുള്ളിക്കാരൻ പറഞ്ഞു ഇല്ലാത്തപ്പോഴും സാലറി ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഫേക്കാണ്. ഒരുപാട് സൂയിസൈഡ് അതൊരു സ്ക്രിപ്റ്റഡ് ആക്ട് ആണ്. അവനും വേറൊരുത്തരും കൂടെ റൂമിൽ ഇരുന്ന് 150 റീടേക്കും എടുത്ത് ചെയ്യുന്നതാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. വിജയ് മല്യ സ്റ്റാറ്റസ് ഇടുന്നവർ കൂടുതൽ കാര്യങ്ങൾ പഠിച്ചിട്ട് അതുപോലെ തന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. ഇൻസ്റ്റാഗ്രാം ബാഡീസ്, പ്ലീസ് നിങ്ങൾ നിങ്ങളുടെ കണ്ടന്റ് ഷെയർ ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുക. നിങ്ങൾ നിങ്ങളുടെ എന്താ പറയുന്ന റീച്ച് കൂട്ടാൻ എന്ത് വേണം ചെയ്യുക. പ്ലീസ് ഡോണ്ട് ഇമ്പോസ് പൊളിറ്റിക്കൽ അജണ്ടാസ്. കാശ് വാങ്ങിച്ചിട്ടോ കാശ് വാങ്ങിക്കാതെയോ പൊളിറ്റിക്കൽ അജണ്ടാസ് ഇൻസ്റ്റാഗ്രാം വഴി പുഷ് ചെയ്യരുത്. കാരണം ലോട്ട് ഓഫ് ബ്ലൈൻഡ് പീപ്പിൾ ആർ ഫോളോയിങ് യു. ബ്ലൈൻഡ് അല്ലാത്ത ഞങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്, അത് പോട്ടെ. ഞാൻ ഇൻസ്റ്റാഗ്രാം ബാഡീസിനെ ഫോളോ ചെയ്യുന്നില്ല. ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. കാരണം ബാഡീസിന് പറയാനുള്ളതും കാണിക്കാനുള്ളതും നമ്മളും കാണണ്ടേ. ദേ ആർ ഡൂയിങ് അതൊരു കഴിവാണ്. അഫ്കോഴ്സ് അവർ കഴിവ് കൊണ്ട് ഫോളോവേഴ്സിനെയും കാശും ഉണ്ടാക്കുന്നു. അപ്പോൾ നിങ്ങൾ പൊളിറ്റിക്സിനെ പറ്റി പറയുമ്പോൾ പ്ലീസ് ബി കെയർഫുൾ. ബിക്കോസ് ഞാൻ കഴിഞ്ഞ വട്ടം കണ്ടു നിങ്ങൾ ഓപ്പറേഷൻ സിന്ദൂറിനെ പറ്റി ബാഡ് പറഞ്ഞുകൊണ്ടിരുന്നത്. അവരും ഒരു പെൺകൊച്ചിട്ടതാണ് തിരുവനന്തപുരത്തുള്ള, എനിക്ക് പേര് പറയാൻ വയ്യ. ടെററിസ്റ്റുകൾക്കും ജീവനല്ലേ, അവരുടെ വീട്ടിലും ഉമ്മയും ബാപ്പയും ഇല്ലേ, അവരെ കൊല്ലാതിരുന്നൂടെ? എന്തായാലും 26 പേർ മരിച്ചു, വൈ മേക്ക് ഇറ്റ് 55? അതിൽ നിന്ന് എന്ത് ലാഭമാണ് വരുന്നതെന്ന്. അങ്ങനെയുള്ള ആ പെൺകുട്ടിയോട്, ആ പെൺകുട്ടി ഇത് കാണുന്നില്ലായിരിക്കും, അങ്ങനെയുള്ള ചിന്താഗതിയിലുള്ളവർ ഇത് കാണുന്നെങ്കിൽ മനസ്സിലാക്കുക, നമ്മളുടെ വീട്ടിൽ കയറി ഒരുത്തനെ വെട്ടിയാൽ നമ്മൾ വാളും കൊണ്ടുവന്ന് 2 പേരെ വെട്ടും. ഒരു ടെററിസ്റ്റിന്റെ തോട്ട് പ്രോസസ് അങ്ങനെയല്ല. അവരുടെ ഒരു ടെററിസ്റ്റിന്റെ ഐഡിയോളജി വെച്ച് ഇഫ് ഹി കിൽസ് ഹി ഈസ് ഗോയിങ് ടു ഹെവൻ. അവൻ സ്വർഗത്ത് പോകാൻ വേണ്ടി ഇപ്പൊ 10 പേരുണ്ട്, നാളെ ഒരു ബോംബ് ബ്ലാസ്റ്റ് ഉണ്ട്, സൂയിസൈഡ് ബോംബിംഗ് ആണ്, ആർക്ക് വേണം എന്ന് പറയുമ്പോൾ 10 പേര് അടികൂടും, ഞാൻ ചെയ്യാന്ന്. കാരണം ഏറ്റവും കൂടുതൽ പേരെ കൊല്ലുന്നവർക്ക് ഏറ്റവും കൂടുതൽ നല്ല സ്വർഗത്തിൽ പോകാൻ പറ്റും. ബ്രോ, അങ്ങനെയുള്ളവരെ കൊല്ലുന്നതിൽ സിമ്പതി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ that's an act of terrorism and you should expect criminal cases against you. കാരണം നമ്മുടെ രാജ്യത്ത് കുറെ പേര് ഇതുപോലെ ഇട്ടതിൽ UP-ലും ന്യൂഡൽഹിയിലും ഒക്കെ ടെററിസത്തിന് സിമ്പതി കാണിച്ചത് ആക്ട് ഓഫ് ടെററിസം ആയിട്ട് കേസ് എടുത്ത് അവരിപ്പോഴും അകത്താണ്. ഇറ്റ്സ് ബീൻ 2 to 3 months they are still in jail. അതും ടെററിസം ആക്ട് വെച്ചാണ് എടുക്കുന്നത്, നോൺ ബെയിലബിൾ. ഇനി ഇങ്ങനെയുള്ള പൊളിറ്റിക്കൽ പാർട്ടീസിനെ പൊളിറ്റിക്കൽ അജണ്ടാസ് ആളുകളെ ടെററിസ്റ്റിനെ ബാക്കപ്പ് ചെയ്തുകൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ എക്സ്പെക്ട് കേസസ് ആൻഡ് all the people against you will make sure that you end up in jail. ഉറപ്പ്. അൽ കമ്മ്യൂണിസ്റ്റ് അതല്ല, ഇവിടെ വേറെ അല്ലാത്ത എന്തുവാ പാർട്ടിയുണ്ട്, ആന്റി ടെററിസം പാർട്ടികൾ ഈ രാജ്യത്ത് ഉണ്ട്, ഭരിക്കുന്നുണ്ട്. അവര് കോൺഗ്രസ് അഹിംസ പാർട്ടി, ടെററിസ്റ്റ് ഒന്നുകൂടെ ബോംബിട് മക്കളെന്ന് പറയും. അങ്ങനെ അല്ലാത്ത പാർട്ടി ഈ രാജ്യം ഭരിക്കുന്നത് കൊണ്ട് യു വിൽ ബി പുട്ട് ഓൺ ജയിൽ. അതുകൊണ്ട് ടെററിസ്റ്റുകളെ സപ്പോർട്ട് ചെയ്യരുത്. നിങ്ങൾ രാജ്യത്തിലുള്ള യുദ്ധങ്ങളും പാലസ്റ്റീൻ കാര്യങ്ങളും അതെല്ലാം നമുക്ക് മനസ്സിലാവും, ഇറ്റ് ഈസ് ഹ്യൂമാനിറ്റേറിയൻ അഫെയർ. പക്ഷെ ടെററിസ്റ്റുകളെ പറ്റി സപ്പോർട്ട് ചെയ്താൽ എക്സ്പെക്ട് കേസസ് ആൻഡ് യു വിൽ എൻഡ് അപ്പ് ഇൻ ജയിൽ. വി ഹോപ്പ് യു ഡു. ഓക്കേ ഗയ്സ്, പോഡ്കാസ്റ്റ് തീർന്നു. ഐ ഹോപ്പ് അടുത്ത ജന്മത്തിൽ ഒരു ബ്രാഹ്മണനായിട്ട് ഇരിക്കണം. സുരേഷ് ഗോപി പറഞ്ഞ പോലെ അടുത്ത ജന്മത്തെങ്കിലും അയാൾ ഏറ്റവും വലിയ ഹിന്ദു ഇക്വാലിറ്റി പറഞ്ഞുകൊണ്ട് വന്ന ആളാണ്. പുള്ളിയുടെ ഡയലോഗാണ് അടുത്ത ജന്മമെങ്കിലും ബ്രാഹ്മണൻ. സോ അപ്പം നിങ്ങൾ
നിങ്ങൾ BJP ആയിക്കോ, പക്ഷെ BJP നല്ല ആളുകളെ വരുമ്പോ വോട്ട് ചെയ്യും. ആര് നിർത്തിയാലും വോട്ട് ചെയ്ത് ജയിപ്പിക്കാതെ. പ്ലീസ് ബി ലിറ്റിൽ മോർ ഡിസൈസീവ്. നിങ്ങളുടെ കയ്യിൽ വോട്ട് ചെയ്യാനുള്ള പവർ ഉണ്ട്, യൂസ് ഇറ്റ്. എല്ലാം മണ്ടന്മാരാ, വേറെ നാട്ടിൽ പോകും. ഓക്കെ ബൈ ഗൈസ്. ഞങ്ങൾ പറയുന്നത് തെറ്റായിരിക്കും. വി മൈറ്റ് ബി റോങ്. ഡു യുവർ ഓൺ റിസർച്ച്. ലവ് യു.